न जायते म्रियते वा कदाचित् न जायते म्रियते वा कदाचित् नायं भूत्वा भविता वा न भूयः नायं भूत्वा भविता वा न भूयः अजो नित्यः शाश्वतोऽयं पुराणो अजो नित्यः शाश्वतोऽयं पुराणो എന്തിനാ ചേരുംകുട്ടി കളിപ്പാട്ടങ്ങൾക്ക് കാശ് കളയുന്നത്? അവന് 10 മിനിറ്റിലെ കയ്യിലുണ്ടാവും. പൊട്ടിക്കിട്ട് അദ്ദേഹം ഭാവിയിൽ എഞ്ചിനീയർ ആവുന്നുള്ളതിന്റെ ലക്ഷണമാണ്. എത്രയും കൂടുതൽ പൊട്ടിക്കുന്നു അത്രയും വലിയ എഞ്ചിനീയർ ആവും. ഇതെങ്ങനെയാ ഓടിക്കുന്നേ? അതാ നോക്ക്, ഇങ്ങനെ. അജയോ ഒരു സമയമായി. ഞാൻ വരുന്നില്ല, അമ്മയെ പോയിക്കോളൂ. മോന് സ്കൂളിൽ പോയിട്ട് വന്നിട്ട് കളിക്കാം. ഇത് അമ്മ വച്ചേക്കാം. അമ്മയ്ക്ക് കൊടുക്കില്ലേ? ഇല്ല മോനെ, കൊടുക്കില്ല. ഇങ്ങതാ അമ്മ. ടാറ്റ. ടാറ്റ. മമ്മ ടാറ്റ. അമ്മ അച്ഛനെ ടാറ്റ പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പോയിക്കാം. വരട്ടെ ചേച്ചി. ചേട്ടാ എന്താ? വരൂ, കാപ്പ് കുടിക്കാം. ശേഖരൻകുട്ടി വന്നു. വരൂ, കാപ്പ് കുടിക്കാം. അല്ല, ഞാൻ അറിയാതെ ചോദിക്കുക, ഇങ്ങനെ നടന്നാ മതിയോ? അയ്യോ, ഞാൻ നടക്കാറില്ലല്ലോ. മോട്ടോർ സൈക്കിളല്ലോ യാത്ര. ഒന്ന് പറഞ്ഞോട് കേട്ടാ. വെറുതെ നടക്കുന്നെന്നാണോ വിചാരം? ശേഖരൻകുട്ടി ഇല്ലായിരുന്നുവെങ്കിൽ സമരം പത്രത്തിന്റെ സർക്കുലേഷൻ ഇതിന്റെ പകുതി പോലും വരില്ലായിരുന്നു. അത് ചുമ്മാതല്ല, സഹപത്രാധിപരല്ലേ. ഞാൻ പറഞ്ഞത് അതല്ല. ഒരു പെണ്ണ് കെട്ടാതെ ഇങ്ങനെ നടന്നാ മതിയോന്ന്. ഇനി ഈ വീട്ടിൽ നിന്നൊരു വസ്തു ഞാൻ കഴിക്കില്ല. എന്ത് പറ്റി? ചേട്ടന് മനസ്സിലായില്ലയോ? ഞാൻ എപ്പോഴും ഇവിടെ ഇങ്ങനെ തിന്നു മുടിക്കുന്നുണ്ടല്ലോ, എപ്പോഴും ഈ കല്യാണ പ്രശ്നം. ഇനി മേലെ ഈ വീട്ടിൽ നിന്ന് പച്ചവെള്ളം ഞാൻ കുടിക്കില്ല. അങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട. ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിൽ വെച്ച് നീട്ടാതെ തുറന്നു പറ. ആലോചിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എനിക്ക് ആകെയുള്ള ഒരു അമ്മാവന്. അയാളങ്ങ് അമേരിക്കയില, ഒട്ട് വരാനും പോകുന്നില്ല. പിന്നെ ആരായൊക്കെ അന്വേഷിക്കാൻ? അല്ലെങ്കിൽ പിന്നെ രാവിലെ മോട്ടോർ ബൈക്കും തള്ളിക്കൊണ്ട് വിമൻസ് കോളേജിന്റെ നടയിൽ പോയി വായി നോക്കി നിൽക്കണം. അതിനുള്ള തൊലിക്കെട്ടി എനിക്കില്ല. അയ്യോ, അതൊന്നും വേണ്ട. ശരി, എങ്കിലിത് അവകാശം 2 പേർക്കും കൂടെ എഴുതി തന്നിരിക്കുന്നു. ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചതാ. ശരി, ഞാനൊന്ന് നോക്കട്ടെ. ശാന്തി, ശേഖരന്റെ കയ്യിൽ നിന്ന് 100 രൂപ വാങ്ങിട്ട് പേപ്പറിൽ പരസ്യം കൊടുക്കാം. സഹപത്രാധിപർ ശേഖരന് ഒരു പെണ്ണിന് ആവശ്യമുണ്ട്. ഹലോ, ആര്? ശേഖരനോ? ഉണ്ട്, വിളിക്കാം. സ്പീക്കിംഗ്. ആര്? അവിടെ തന്നെ ഇരിക്കാൻ പറയും. ഇപ്പൊ വരാം. എന്റെ മോളുടെ കോളേജ് പഠിത്തത്തിന് വേണ്ടിയാ ആ മേലപ്പറമ്പ് മുതലാളിക്ക് ആകെ ഉണ്ടായിരുന്ന 10 സെന്റ് ഭൂമി പണയം വെച്ചത്. എന്നിട്ട് മുതലും പലിശ മുഴുവൻ കൊടുത്തിട്ടും അയാൾ ഞങ്ങൾക്ക് പ്രമാണം തിരിച്ചു തന്നില്ല. എന്റെ മോള് മുതലാളിയെ കണ്ട് ചോദിക്കാൻ പോയത്. പിറ്റേ ദിവസം ഞാൻ കണ്ടത് കിണറ്റിൽ മരിച്ചു കിടക്കുന്ന എന്റെ മോളുടെ പ്രേതമാണ്. പണം കയ്യിലുണ്ടെങ്കിൽ എന്തുമാകാമെന്നാണ് ഇവന്റെയൊക്കെ ഭാവം. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെയും പോലീസിനെയും വശത്താക്കാൻ അണിയറെ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ശേഖരൻകുട്ടി, ഈ വാർത്ത നാളത്തെ പത്രത്തിൽ തന്നെ വരണം. വിളിച്ചിട്ട് വിളിക്കുള്ളൂ. നിങ്ങൾ വേണ്ട സഹായം ചെയ്യാം. ഇങ്ങോട്ട് നിന്നെ സാറിനെ കൊണ്ട് ഞാൻ പോലീസിൽ ഏൽപ്പിച്ചില്ല. സാറേ, ഇവൻ ഇനിയും മോഷണം നിർത്തുന്ന മട്ടില്ല. ഇവനെ പോലീസിൽ ഏൽപ്പിക്കുക വേണ്ടത്. മേശിന് വയ്ക്കുള്ളൂ. മോഹന, ഈ അച്ച് നീ എത്ര രൂപയ്ക്ക് വിൽക്കും? പറയടാ. 10 രൂപ സാർ. ഇതിന്റെ വില നിനക്കറിയാമോ? അറിഞ്ഞൂടാ സാർ. ഇതിന് 200 രൂപയിൽ കൂടുതൽ വിലയുണ്ട്. 10 രൂപയുടെ ആവശ്യത്തിന് നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് ഇത്രയും വലിയ നഷ്ടം വരുത്താമോ? ഇനി ഞാൻ ചെയ്യില്ല സാർ. ഇതാ. ഇനി എപ്പോഴെങ്കിലും നിനക്ക് പണത്തിന് ആവശ്യം വരികയാണെങ്കിൽ എന്നോട് നേരിട്ട് ചോദിച്ചു.
ഒരിക്കലും ഒരു സാധനവും മോഷ്ടിക്കരുത്. വയ്ക്കുള്ളൂ. ഇവരൊക്കെ നല്ല അടിയ ആവശ്യം, ഉപദേശമല്ല. സ്നേഹം കൊണ്ട് നേടാൻ കഴിയുന്നത് ബലം പ്രയോഗിച്ച് നേടാൻ കഴിയില്ല. നീ സ്നേഹം മനസ്സിലാക്കുന്നവരോട് സ്നേഹം കാണിക്കണം. അടി കൊടുക്കേണ്ടവൻ അടി തന്നെ കൊടുക്കണം. ആ പെൺകുട്ടിയെ കൊണ്ട് മുതലാളിയോട് ഉപദേശിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇത് അനന്തരവൻ സുകുമാരൻ, ഇപ്പോഴത്തെ എസ്ഐയാണ്. ഓ ഐ സി. ഇരിക്കണം. താങ്ക് യു. ഇവിടെ വേറെ ആളായിരുന്നല്ലേ എസ്ഐ? അതെ, ഞാൻ മിനിഞ്ഞാന്നാണ് ചാർജ് എടുത്തത്. മേലെ പറമ്പിന്റെ കേസൊക്കെ എന്തായി? അതൊരു വിധം തേഞ്ഞുമായി പോയതാ. ആ സമരം പത്രം കുത്തിപ്പൊക്കിയത് കാരണം പഴയ എസ്ഐ കേസ് ചാർജ് ചെയ്തു. അതങ്ങനെ വിട്ടാകൊള്ളില്ലല്ലോ. ഞാൻ അയാളെ സ്ഥലം മാറ്റിച്ചു. അപ്പൊ പകരത്തിന് അനന്തരവൻ തന്നെ വന്നു. വന്നതല്ല, വരുത്തി. നന്നായി. നമുക്കിവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് നോക്കട്ടെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഒരു സ്മോൾ. വേണ്ട. ഓ വേണ്ട. അപ്പൊ ശരി. പിന്നെ ആ സമരം പത്രക്കാരൻ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അതൊക്കെ സുഖം നോക്കിക്കൊള്ളു. ഓ ശരി. മേല തുടങ്ങും. ഡിക്രൂസിൽ കാണുന്നില്ലല്ലോ. ഇങ്ങനെ ഒരു എൺപക്കര ഹസ്ബൻഡിനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ആ സ്ത്രീ മിക്കവാറും വീട്ടിലൊന്നും കാണില്ല. അവരവരുടെ പാട്ടിന് പോകും. സോറി, ഒരല്പം താമസിച്ചു. എസ്റ്റേറ്റ് വരെ ഒന്ന് പോകേണ്ടി വന്നു. എന്താ പെട്ടെന്ന്? റബ്ബറിന്റെ വില കൂടാൻ സാധ്യതയുണ്ടെന്ന് നമ്മുടെ MP യുടെ കോളുണ്ടായിരുന്നു. മേലെ പറമ്പിന് റബ്ബർ കൊടുത്തോ? ഇല്ല. കൊടുക്കരുത്. വരട്ടെ. എന്തിനാ ഡിക്രൂസ് നമ്മളെ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്നത്? ടാക്സ് കൊടുത്ത് മുടിയാനോ? ഇതിനൊക്കെ പുറമെ അടുത്ത മാസം ഇലക്ഷൻ വരുന്നു. ഏത് സർക്കാർ വരാൻ പോകുന്നെന്ന് അറിയില്ല. ഏത് സർക്കാർ വന്നാലും ശരി, അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കണ്ട. അതെന്താ? ഇലക്ഷൻ വരുമ്പോ പാർട്ടിക്കാർ ഡൊണേഷൻ വരും. നമ്മളൊരു ക്ലിപ്പ് തുക എല്ലാവർക്കും കൊടുക്കും. ഏത് പാർട്ടിക്കാർ ഭരണത്തിൽ വന്നാലും നമ്മളവർക്ക് വേണ്ടപ്പെട്ടവരാകും. അമ്പലത്തിലും പള്ളിയിലും കാണിക്കിടുന്ന ഭക്തൻ തനിക്കും തന്റെ കുടുംബത്തിനും നന്മ വരണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഡൊണേഷൻ കൊടുക്കുന്ന മുതലാളി എന്ത് പ്രതീക്ഷിക്കുന്നെന്ന് പാർട്ടിക്കാർക്കറിയാം. അതായത് ഏത് പാർട്ടിക്കാർ ഭരണത്തിൽ വന്നാലും നമ്മൾ മുതലാളിമാർ ഇവിടെ തന്നെ കാണും. സംശയമില്ല. നിങ്ങൾക്കൊരു കാര്യം ഓർമ്മയാണ്. എന്താണ്? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വിൽക്കുന്നതുകൊണ്ട് ലാഭം ഉണ്ടാകുമെങ്കിൽ നമ്മൾ മുതലാളിമാർ അത് മത്സരിക്കും. ചേട്ടാ, ചേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ. പത്രാധിപരോട് ചോദിക്കുന്ന പങ്ക്തിയിൽ നമുക്ക് പബ്ലിഷ് ചെയ്യാം. ഇത് കളിയല്ല, ഞാൻ കാര്യമായിട്ട് പറയുകയാണ്. ശരി, പറയൂ. ശേഖരനെ കൊണ്ട് നമ്മുടെ ഗീതയെ കല്യാണം കഴിപ്പിച്ചാൽ എന്താ? നമ്മുടെ ഗീതയോ? അതെ, അവർ തമ്മിൽ നല്ല ചേർച്ചയായിരിക്കും. ചേർച്ചയൊക്കെ ഉണ്ട്. പക്ഷേ അത് അവർക്കും തോന്നണ്ടേ? നമുക്ക് രണ്ടുപേരോടും ചോദിക്കാം. ചോദിക്കുന്നൊക്കെ ശരി. പക്ഷെ അത് ശേഖരന് നമ്മോടുള്ള അടുപ്പത്തെ നമ്മൾ ചൂഷണം ചെയ്യുകയാണെന്ന് അവന് തോന്നരുത്. അതില്ല, അക്കാര്യം ഞാൻ ഏറ്റു. ഞാൻ ചുറ്റു വിളക്കാതെ തന്നെ കാര്യം പറയാം. എന്താ ചേട്ടാ? ഗീതയെ എന്നെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നാണ് ചേട്ടന്റെയും ചേട്ടത്തിയമ്മയുടെ ആഗ്രഹം. എനിക്കിഷ്ടമാണ്. ഗീത എന്ത് പറയുന്നു? ആരെന്തൊക്കെ ആഗ്രഹിച്ചാലും ജീവിതം നടത്തേണ്ടത് നമ്മളാണ്. ഇതിൽ സ്വന്തം അഭിപ്രായത്തിനാണ് മുൻഗണന. പറയൂ, എന്താണെങ്കിലും തുറന്നു പറയൂ. കരയരുത്. ആരെങ്കിലും കണ്ട മോശം. ശരി, എനിക്ക് മനസ്സിലായി.
ഗീതയുടെ ഇഷ്ടത്തിന് വിരോധമായി ഒന്നും നടക്കില്ല. വരൂ. ഓണറല്ലേ? ഇല്ല, എവിടെ പോയി? അറിയില്ല. ആ കണക്ക് ബുക്കിടാൻ ഇങ്ങോട്ട്. ഇങ്ങോട്ടെ. 212 അരി, ഗോതമ്പ് 32. ആ മുതലാളി, അയാൾ എന്തിനാ വന്നേ? എന്താണോ? ബുക്കിൽ നിന്ന് പോയിട്ട് നോക്കി എന്താ എഴുതിയെടുത്തോണ്ട് പോയി. ചതിച്ചോ? എന്താ? അയ്യോ റേഷൻ ചേട്ടാ, ആ വന്ന ആരാണെന്ന് അറിയോ? സമരം പത്രത്തിന്റെ ഇവിടുത്തെ സ്പെഷ്യൽ കറസ്പോണ്ടന്റാ. അവൻ വല്ലതും പത്രത്തെ എഴുതി പിടിപ്പിച്ച ചേട്ടന്റെ കടയുടെ ലൈസൻസ് പോവും. അതിനിപ്പോ എന്താ ചെയ്യാ? സ്വപ്പ ചെലവുണ്ട്. അതൊക്കെ ഇനി നോക്കിയാലോ. പോ ചേട്ടൻ വേഗം വാ, ആലോചിക്കണ്ടേ ഇനി. സാർ, സാർ നമസ്കാരം. സാറ് വന്നപ്പോ ഓണർ കടയിലില്ലായിരുന്നു. ഓണറെ കാണാനല്ലല്ലോ ഞാൻ വന്നത്. കാണേണ്ടത് കണ്ടു, എഴുതേണ്ടത് എഴുതും. സാറ് റേഷൻ കട വരെ ഒന്ന് വരണം. റേഷൻ മേടിച്ച് കഞ്ഞി വെക്കേണ്ട ഗതികേട് എനിക്കില്ല. ആ ഗതികേട് എനിക്കുണ്ട്. റേഷൻ വാങ്ങിച്ചോണ്ട് ചെന്നില്ലെങ്കിൽ ഭാര്യ എന്നെ വീട്ടിലോട്ട് കയറ്റിയല്ല. തന്റെ ഭാര്യയ്ക്ക് വേണ്ടി വരാമായിരുന്നു. പക്ഷേ അല്പ തിരക്കുണ്ട്. ഉടനെ സമരം പത്രത്തിന്റെ പത്രാധിപരൊന്ന് കാണണം. അയ്യോ വേണ്ട, ഒരു ചായ. ഈ സമയത്ത് ചായ കുടിക്കില്ല. അയ്യോ അങ്ങനല്ല, ഈ പ്രദേശത്ത് പത്രം ഇടാൻ വരുന്ന അലവലാതി പയ്യന്മാര് വരെ അദ്ദേഹത്തിന്റെ കടയിൽ കയറാതെ പോയിട്ടില്ല. അതെ അതെ, പത്രമിടാനുള്ള അലവിലാതി പിള്ളേരും ഞാൻ ഒന്നുകൂടെ. ആ തന്റെ കടയിൽ ഭയങ്കരമായ ക്രമക്കേടുകൾ നടക്കുന്നതായി ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അയ്യോ, ക്രമം ഉണ്ടെങ്കിലല്ലേ കേട് വരൂ. അതൊക്കെ നാട്ടുകാർ അസിയോണ്ട് പറയുന്ന. 100 രൂപയുണ്ടെങ്കിൽ ഒതുക്കാം. 50 രൂപ പോരെ? 50 രൂപ കൊണ്ട് എന്ത് കേടാൻ? ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ ചേട്ടാ. എന്നാലൊരു മര്യാദ. എന്നാ മര്യാദ. നല്ല കട, കൃത്യനിഷ്ഠയുള്ള കട. രക്ഷപ്പെട്ടു. സ്വപ്പം മണ്ണെണ്ണ എരിവേട്ടാ. വീട്ടിൽ വരേണ്ട സമയമാണോ ഇത്? മണി എത്രയാണെന്നറിയാമോ? ദുസ്വാതന്ത്ര്യത്തിന് അതിലുണ്ട്. നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് 9 മണിക്ക് മുമ്പ് വീട്ടിൽ വരണമെന്ന്? ഇതൊരു കുടുംബമാണ്. ഇന്ന് കുറെ താമസിച്ചു. എന്നത് തന്നെയാണ് പതിവ്. ഇന്നലെ ഞാൻ ഇറങ്ങിയതിനു ശേഷമല്ല നീ വന്നത്? എന്റെ ഒരു സ്നേഹിതയ്ക്ക് കാറിലായിരുന്നു. ഞാൻ അവനെ ട്രാപ്പ് ചെയ്തിട്ട് വരികയായിരുന്നു. ഓഹോ, സ്നേഹിതയോ അതോ സ്നേഹിതനോ? ഡോണ്ട് ബി സില്ലി. നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ എന്നോട് ഇങ്ങനെ ചോദിക്കേ? അല്ല സുധി, ഞാനത് പിന്നെ വിക്രു, നിങ്ങൾ ശ്രീരാമനുമല്ല, ഞാൻ സീതയുമല്ല. എനിക്ക് ബോയ് ഫ്രണ്ട്സ് ഉണ്ട്. അതെന്റെ പ്രസിഡന്റ്മാർ. നിങ്ങളും അക്കാര്യത്തിൽ മോശമല്ലെന്ന് എനിക്കറിയാം. അല്ല ഡാർലിംഗ്, ഞാൻ ഈ ചെലവിന്റെ കാര്യം ഓർത്ത് പറഞ്ഞു. അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. എന്റെ ഡാഡിയുടെ സമ്പാദ്യമാണ് ഞാനെടുത്ത് ചിലവാക്കുന്നത്. ഇനിയും 3 തലമുറയ്ക്ക് വേണ്ട വരവ് എന്റെ എസ്റ്റേറ്റിൽ നിന്ന് കിട്ടും. മോന്റെ പുഷ്പത്തുമായിട്ട് കൈകാലൊക്കെ കഴിയും. അമ്മ കാപ്പി തരാം കേട്ടോ. ഗീത, കാപ്പി കുടിക്കാൻ വരുന്നില്ലേ? എനിക്കൊന്നും വേണ്ട ഏട്ടത്തിന്നെ, നല്ല സുഖമില്ല. ദൈവമേ, നല്ല പനിയുണ്ടല്ലോ. അമ്മായി വഴി വെച്ച് ഛർദിച്ചു. എന്താ കുട്ടി, നിനക്ക് എന്ത് പറ്റി? എന്താ ഇത്? ഹലോ, ഡോക്ടറല്ലേ? ആ, ശാന്തി, എന്തിനാ കരയുന്നത്? ഒന്നുമില്ല. ഒന്നുമില്ലേ? പിന്നെന്തിനാ കരയുന്നത്? ഇല്ല, എന്തോ കാര്യമുണ്ട്. പറയൂ.
നമ്മുടെ ഗീത. ഗീതയ്ക്ക് എന്ത് പറ്റി? ഗീത ഗീത ഗർഭിണിയാണ് കേട്ടാ. ഗീത ഗർഭിണിയാണെന്നോ? ശേഖരനോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ നിന്നെ ഞങ്ങൾ വേദനിപ്പിക്കേണ്ടി വന്നു. ചേട്ടാ, എന്റെ കാര്യം പോട്ടെ, ഗീതയുടെ കാര്യത്തിൽ എന്ത് തീരുമാനിച്ചു? അതേക്കുറിച്ച് ആലോചിക്കാനുള്ള ശക്തി പോലും എനിക്കില്ല. ഗീതയിൽ നിന്നും ഞാനിത് പ്രതീക്ഷിച്ചില്ല. സാരമില്ല ചേട്ടാ, നമ്മൾ പ്രതീക്ഷിക്കുന്നൊക്കെ നടക്കണമെന്നില്ലല്ലോ. ജീവിതത്തിൽ ആരുടെ മുമ്പിലും എനിക്കിന്നോളം തലകുനിക്കേണ്ടി വന്നിട്ടില്ല. ഇന്ന് സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അതേക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കാം. എനിക്കൊന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല. ഞാൻ ആകെ തളർന്നിരിക്കുകയാണ്. എനിക്കിതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ഞാനും നോക്കട്ടെ. ഗീതയുടെ അകത്തുണ്ട്. പിന്നെ ഷെയർ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അത് ഒരു കുടുംബ പ്രശ്നമാണ്. എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ. ഇവിടെ വിശേഷിച്ച് അങ്ങനെ ആരുമില്ല. പത്രാധിപർ രാമകൃഷ്ണൻ ചേട്ടന്റെ അനിയത്തി ഗീതയും സാറിന്റെ മകനും തമ്മിൽ പ്രേമത്തിലാണ്. അതൊക്കെ പ്രായത്തിന്റെ അല്ലേ? എന്റെ ചെറുപ്രായത്തിൽ ഞാനും. അതല്ല സാർ, ആ കുട്ടി ഇപ്പൊ ഗർഭിണിയാണ്. അത് സാരമല്ലെന്നേ. നല്ല ഡോക്ടർമാരുണ്ട്. 500 രൂപ കൊടുത്താൽ എല്ലാം ക്ലിയർ. അങ്ങനല്ല സാർ, ആ കുട്ടി സാറിന്റെ മകനെ മാത്രം വിശ്വസിച്ചായിരിക്കുന്നു. എന്റെ മകനെ ഇതൊന്നും പുത്തിരിയല്ല. പിന്നെ ചെറുപ്പമല്ലേ, കളയുന്നേ. പിന്നെ പണം എന്താണെന്ന് വെച്ചാൽ ക്ഷമിക്കണം, ഞാൻ അത്ര ഒരു വിലപേശലിന് വന്നതല്ല. പിന്നെന്താ വേണ്ടത്? സാറിന്റെ മകനെ കൊണ്ട് ആ കുട്ടി വിവാഹം കഴിപ്പിക്കണം. അതിനവൻ സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിച്ചില്ലെങ്കിൽ അതിനെന്താ, വിളിച്ചു ചോദിക്കാമല്ലോ. ഗോപി, ഗോപി, എന്താ നീ ഗീത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. ഗീതയോ? ആ, ഏത് ഗീത? സമരം പത്രാധിപർ രാമകൃഷ്ണന്റെ അനിയത്തി. ഐ എം സോറി, എനിക്കങ്ങനെ ആരെയും അറിഞ്ഞുകൂടാ. വിമൻസ് കോളേജ് ഫൈനൽ ഇയർ BSc പഠിക്കുന്ന ഗീത. മിസ്റ്റർ, നിങ്ങൾക്ക് ആള് മാറിപ്പോയതാ. മിസ് ഗോപി, ഒന്ന് നിൽക്കും. ഗീതയും നിങ്ങൾ തമ്മിൽ പ്രേമത്തിലല്ലേ? അവളിപ്പോ ഗർഭിണിയാണെന്ന് ഇവർ നിങ്ങൾക്ക് അറിയില്ലേ? ഓഹോ, അപ്പൊ ബ്ലാക്ക് മെയിലിംഗ് ആണോ പദ്ധതി? ഈ വേല ഇവിടെ നടത്തില്ല, പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. അച്ഛാ, ഒറ്റ പൈസ കൊടുത്തു പോരുത്. നമ്മുടെ രാമൻ തമ്പി അദ്ദേഹം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ വീട് എവിടെ? അറിഞ്ഞൂടാ. പിന്നെ എനിക്ക് എന്തോന്നറിയാം. അതെ, അനിയന്റെ വീട് എവിടെ? കിഴക്കേനടയിൽ. കിഴക്കേനടയിൽ? കിഴക്കേനടയിൽ എവിടെ? മേലെ വീട്ടിലാ. എന്താ അറിയുമോ? അറിയോ? ഇപ്പോഴും നിന്റെ അച്ഛൻ പഴയ പുരുഷോത്തമുള്ള തന്നെ. എന്റെ അച്ഛന്റെ പേര് ഗോവിന്ദപിള്ള എന്നാ. ആ, ഗോവിന്ദപിള്ള, ഗോവിന്ദപിള്ള. കിഴക്കേ നടയിൽ മേലെ വീട്ടിൽ ഗോവിന്ദപിള്ള മകൻ. അനിയന്റെ പേരെന്താ മറന്നുപോയല്ലോ? സുകേഷ്. ആ, ഗോവിന്ദപിള്ള മകൻ സുകേഷ്. അപ്പൊ പിന്നെ കാണാം. എന്തിനാ ഇതൊക്കെ എഴുതിയെടുക്കുന്നത്? അയ്യോ, ചുമ്മാ ചുമ്മാ. പിന്നെ കാണാം. മിസ്റ്റർ, ആ പോയ മനുഷ്യൻ അനിയോട് എന്താ ചോദിച്ചേ? ആരുടെ വീഡിയോ ചോദിച്ചു? ഞാൻ അറിഞ്ഞുകൊടുന്നു പറഞ്ഞു. എന്നിട്ട് എന്റെ പേര് മേലോസൊക്കെ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു കൊടുത്തോ? പറഞ്ഞു കൊടുത്തു. തോലേച്ചു. എന്താ? അയാൾ ആരാണെന്ന് തനിക്കറിയോ? അറിയില്ല. ആരാ? ഹേ മിസ്റ്റർ, സമരം പത്രത്തിന്റെ ഇവിടുത്തെ വില്ലേ ആണ്. വില്ലയോ? അതായത് വിമൻസ് കോളേജിലെ ലേഖകൻ. ഇവിടെ വിമൻസ് കോളേജിനടുത്ത് പൂവാലന്മാരുടെ ശല്യം ഉണ്ടെന്നറിഞ്ഞ് അന്വേഷിക്കാൻ ഇറങ്ങിയതാ. അയ്യോ, ചതിച്ചോ? താൻ പേരും അഡ്രസ്സും പറഞ്ഞു കൊടുത്തില്ലേ? നാളത്തെ പത്രത്തിൽ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ വരും, പാലത്തിൽ പൂവാലൻ. നോക്കണം. അയ്യോ സാറേ, എന്നെ രക്ഷിക്കണം. ഈ വാർത്ത എങ്ങാനും പേപ്പറിൽ വന്ന് എന്റെ അച്ഛൻ അറിഞ്ഞ് എന്റെ നട്ടിലൊടിക്കും. ഓടുകയും ഇനി രക്ഷയും. അയാൾ ഒരു ഹരിചന്ദ്രനാ. 10 5 വാങ്ങിക്കത്തുമില്ല.
25 കൊടുക്കാം. ഇത് പറഞ്ഞു നോക്കാം. മിക്കവാറും രക്ഷയില്ല. താൻ പോക്കാം, കേറ്. ആ ആ ബ്രേക്ക് പിടി, ബ്രേക്ക് പിടി. ബ്രേക്കുമില്ലേ? സാർ നമസ്കാരം. ഈ പയ്യൻ എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണ്. അയ്യോ, മറ്റൊരു തരത്തിൽ തെറ്റിദ്ധരിക്കരുത്. പക്ഷേ എനിക്കിത് ഡ്യൂട്ടി ചെയ്യണ്ടേ? ഞാൻ സാറിന്റെ കാല് പിടിച്ച് അപേക്ഷിക്കണം. ഇവൻ ഒരു പ്രാവശ്യത്തേക്ക് മാപ്പ് കൊടുക്കണം. നിങ്ങളെപ്പോലുള്ള മാന്യന്മാർ ഇതുപോലുള്ള അലവിലാതി കേസുകളിൽ ഇടപെടുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പത്രമൊന്നും പാലിക്കാൻ ഒക്കാത്തത്. തൽക്കാലം ഇതുകൊണ്ട് തൃപ്തിപ്പെടാം. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ അനിയ. എന്നാലും ഒരു മര്യാദ. ചേച്ചിയുടെ ചേച്ചിയോട് കളഞ്ഞു പോയെന്ന് പറഞ്ഞു. സൈക്കിൾ സൈക്കിളിന്റെ സ്വന്തമാണോ? ഇത് വാടക സൈക്കിളാ? വാടകയ്ക്കാണോടാ? വേഗം കൊണ്ട് വയ്ക്കോ. ഇവിടെ എല്ലാം വാടക കൂടും. മേലാണെങ്കിൽ വുമൻസ് കോളേജ് പരിസരത്ത് കണ്ടുകൊടുക്കും. സാറിന്റെ വാച്ച് വാച്ചോ? ഇവന്റെ ഒരു ഫോട്ടോ പത്രത്തിൽ കൊടുത്താലേ ശരിയാവും. ഓ, ഗോപിയായിരുന്നു. സോറി, ഞാൻ ബൈക്ക് റിപ്പയർ ആയിട്ട് വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് വരിക. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ പോകുന്ന വഴി എന്നെ ഒന്ന് ഇറക്കി വിടുക. കേറും. ഉപദ്രവിച്ചതിന് ക്ഷമിക്കണം. വരൂ. ഒരു മിനിറ്റ്, ഇപ്പൊ പോവാം. നമ്മുടെ പരിചയപ്പെടൽ അത്ര സന്തോഷമുള്ള ചുറ്റുപാടിലല്ലായിരുന്നല്ലോ. എല്ലാം മറന്നേക്ക്. വരൂ. ഗീതയെ നിനക്ക് അറിഞ്ഞുകൂടാ. നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുമല്ലടാ. എന്നെ നീ പോലീസിലെത്തിക്കും. എടാ, അയ്യോ, എന്നെ അടിക്കരുത്. എന്റെ അച്ഛന്റെ മുമ്പിലായതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞത്. എന്നിട്ട് പിന്നെ നീ അവളെ കണ്ടോ? ഇപ്പൊ പറ, അവൾ ഗർഭിണിയാണെന്ന് വിവരം നിനക്കറിയാമോ? അറിയാം. എന്ത് ചെയ്യാൻ പോന്നു? എന്ത് വേണമെങ്കിലും ചെയ്യാം. നീ ഉടനെ അവളെ വിവാഹം കഴിക്കണം. വിവാഹം? അതെ, രജിസ്റ്റർ വിവാഹം. എന്തു പറയുന്നു? ശരി. ആ, ശരിയെന്ന് പറഞ്ഞ് വാക്കുമാറിയാലുണ്ടല്ലോ, ഞാൻ നിന്നെയും നിന്റെ അച്ഛൻ മേനോനെയും ഇരിക്കെ. എടുത്തോളൂ. നമ്മൾ ഇന്നു മുതൽ സുഹൃത്തുക്കളാണ്. ഗീതേ, എന്താ ചേട്ടാ? ശേഖർ നിങ്ങളുടെ ബന്ധുവാണോ? അല്ല. അയാൾ ദിവസവും വീട്ടിൽ വരാറുണ്ടോ? ചിലപ്പോഴൊക്കെ വരും. നിങ്ങൾ തമ്മിൽ എങ്ങനെയായിരുന്നു? മനസ്സിലായില്ല. നിങ്ങൾ തമ്മിൽ നല്ല അടുപ്പമായിരുന്നു? ഇല്ല, ശേഖരേട്ടൻ അങ്ങനത്തെ ആളൊന്നുമല്ല. ചേച്ചി, ഞാൻ
ആ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഇത് എന്താ? നിന്നെ ശേഖരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ നിന്റെ ചേട്ടനും ചേട്ടത്തിയമ്മയ്ക്കും ഉദ്ദേശമുണ്ടായിരുന്നു. അല്ല, വെറുതെ ചോദിച്ചതാണ്. പറയൂ. ഉണ്ടായിരുന്നു. എന്നിട്ട്? എനിക്കിഷ്ടമല്ലായിരുന്നു. അത് ശരി. അപ്പോ നിനക്കിഷ്ടമായിരുന്നെങ്കിൽ വിവാഹം നടന്നേനെ, അല്ലേ? അതായത് അയാൾക്കിഷ്ടമായിരുന്നു എന്നർത്ഥം. ഒരുപക്ഷേ നിന്റെ ഗർഭവും. ചേട്ടാ, ഞാൻ വെറുതെ പറഞ്ഞതാ. ശരി, പോയി കിടന്നു. അപ്പൊ രാക്ഷസൻ ഒറ്റ കണ്ണുമായിട്ടെങ്ങനെ കാട്ടിൽ കൂടി പോയപ്പോ അങ്ങനെ ഈ കഥ വേണ്ട. എന്താ മോനെ ഇത് പഴയ കഥയാ. എന്റെ കാര്യം? അച്ഛൻ വേറൊരു കഥ അറിഞ്ഞോടാ മോനെ. അമ്മ അച്ഛനോട് പറഞ്ഞേ വേറെ കഥ പറയാൻ. ഇതൊക്കെ ഗീത ഉണ്ടാക്കി വെച്ച പതിവുകളാ. ഇപ്പൊ അവള് പോയപ്പോ മോന് കഥ കേൾക്കാതെ ഉറക്കം വരില്ലെന്നായി. എന്നാ അമ്മ ഒരു പാട്ട് പാട്. അയ്യോ മോനെ, അമ്മയ്ക്ക് കഥയും പാട്ടൊന്നും അറിഞ്ഞൂടാ. അതെല്ലാം നിന്റെ അച്ഛനും അമ്മായിക്കേ അറിയൂ. അത് മതി, അത് മതി. എന്തോന്ന് അച്ഛൻ ഒരു പാട്ട് പാടിച്ചാ? പോണവിടുന്ന് പാട്ട് പാടാൻ കണ്ട നേരം. അച്ഛാ ഒരു പാട്ട് പാടിച്ചാ? അച്ഛാ കഷ്ടമുണ്ട്. ഒരു പാട്ട് പാടുന്നേ. പാടിയില്ലെന്താ? ഞാൻ എത്ര കാലമായി ആ പാട്ടൊന്ന് കേട്ടിട്ട്. കറ്റച്ചക്കോണം കൂനൻമുള വീട്ടിൽ ശങ്കരപ്പിള്ളയുടെ ഭാര്യയായ ദേവകി അമ്മയും മരുമകൻ ഭാസ്കരനും തമ്മിൽ എന്ത്? ശങ്കരപ്പിള്ളയുടെ മാത്രം ഭാര്യയോ? പിന്നെ നാട്ടുകാരുടെ മുഴുവൻ ഭാര്യയോ? പറയുന്ന എഴുതണ. ശങ്കരപ്പിള്ള ജോലിക്ക് പോയ ശേഷം ഭാസ്കരൻ നേരത്തെ ട്യൂട്ടോറിയലിൽ നിന്നും വരുന്നതിന്റെ കാരണം എന്ത്? വിശദ വിവരങ്ങൾ അടുത്ത ലക്കത്തിൽ. ഈ വാർത്തയ്ക്ക് എന്ത് തലക്കെട്ടിടുന്നു? ഭാസ്കരന്റെ അസമയ ദർശനം. അയ്യോ, അത് ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഭാസ്കരന് മനസ്സിലാവും, നമുക്കത് മതി. സാർ ക്ഷമിക്കണം, ഞാനാണ് ഈ പറഞ്ഞ ഭാസ്കരൻ. എന്ത് വേണം? ഈ വാർത്ത പത്രത്തിൽ വന്ന പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് താൻ ജീവിക്കാതിരിക്കുന്നതാണ് നല്ലത്. പത്രസ്വാതന്ത്ര്യം അതിൽ തലയിടണ്ട, പോണം. എന്ത് വേണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, അതുപോലെ അങ്ങ് ചെയ്യാം. ഒരു 100 രൂപ തന്ന് ഇതങ്ങ് ഒതുക്കി തീർക്ക്. ആരെങ്കിലും ഒന്ന് എന്റെ കൂടെ വന്നാ ഞാൻ വരാം. അണ്ണാ അപ്പോ വാർത്ത വെട്ടി. മറ്റേ സാറവിടെ നിന്ന് കാപ്പി കുടിക്കുന്നു. സാറും കൂടെ. കാപ്പിയോ? നിങ്ങൾ സൽക്കാരം സ്വീകരിച്ചില്ലെങ്കിൽ ഇനി അതിന് പരാതിയാവും. വരണം. സാർ അകത്തേക്ക് വന്നാട്ടെ. ഈ ഗേറ്റൊക്കെ ഒന്ന് നന്നാക്കാത്തുണ്ട്. നന്നാക്കാം. നല്ല ബീജാ വെച്ചിരിക്കണേ. അയ്യോ 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 ഹായ് ഗോപി. ഹായ്. എന്താ നടന്നു പോകുന്നത്? കാറ് ബ്രേക്ക് ഡൗൺ ആയി. വർക്ക്ഷോപ്പിൽ ഇട്ടിട്ട് വരികയാണ്. വിവാഹം കഴിഞ്ഞതിന് ശേഷം കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. എന്തോന്ന് വിവാഹം? ജസ്റ്റ് ഫോർ ആൻ
bloody I was. Then come on. Move. Yes, come in. നിങ്ങൾ ആരാ മനസ്സിലായില്ലല്ലോ. ഇല്ലു ഇന്റർനാഷണൽ ലീഡേഴ്സ് യൂണിയൻ, അതായത് അഖില ലോക നേതാക്കളുടെ യൂണിയന്റെ കേരള ശാഖയുടെ പ്രസിഡന്റ് മിസ്റ്റർ രവി MABL. ഇത് ജനറൽ സെക്രട്ടറി മിസ്റ്റർ കുമാർ. ഡിഗ്രി ഇല്ല. സന്തോഷം. ഞാനെന്താ വേണ്ടത്? ഈ പ്രസ് യൂണിയന് നല്ലൊരു നേതൃത്വത്തിന്റെ കുറവുണ്ടെന്നറിഞ്ഞു. ആ കുറവ് നികത്താനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. മേശ്രീ, ഒന്നിങ്ങോട്ട് വരൂ. യൂണിയന്റെ ആവശ്യം തൊഴിലാളികൾക്കല്ലേ? തീർച്ചയായും. സർ, മേശ്രീ, ഇവർ യൂണിയന്റെ ആളുകളാണ്. എന്താണെന്ന് വെച്ചാൽ കൊണ്ടുപോയി സംസാരിച്ചോളൂ. വരൂ. ഇതിന്റെ കാണാം. ഇരിക്കൂ. എന്താ ഇവിടെ യൂണിയൻ ഉണ്ടോ? എന്തിനാ യൂണിയൻ? യൂണിയൻ എന്തിനാണ്? അവകാശങ്ങൾ നേടിയെടുക്കാൻ. എങ്ങനെ? സമരം ചെയ്യാതെ അവകാശങ്ങൾ കിട്ടിയാലോ? വാങ്ങാൻ പാടില്ല. നേതാക്കന്മാർ മുഖാന്തരമേ വാങ്ങാവൂ. ഇവിടുത്തെ നേതാക്കന്മാർ ഞങ്ങൾ തന്നെ. അപ്പൊ ഞങ്ങളുടെ ഗതി അധോഗതി തന്നെ. എന്റെ പൊന്നനിയന്മാരെ, മറ്റെല്ലാ പ്രശ്നേക്കാളും അധികമായി ശമ്പളവും ബോണസും ഞങ്ങൾക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെന്തിനാ സമരം? ഞങ്ങൾ നേതാക്കന്മാർ കാലുകുത്തിയെടുത്ത് സമരം പ്രഖ്യാപിക്കാതെ മടങ്ങിയിട്ടില്ല. എന്നാലേ മേലാൽ നിങ്ങളിവിടെ കാലുകുത്തരുത്. എണീക്ക്. അമ്മാവൻ നേരം പോക്ക് പറഞ്ഞതാ. എണീക്ക്. കരിങ്കാലി മേശ്രീ പിന്നെ കണ്ടോളാം. പാടാണ് ഇവിടെ നിന്ന് ചവിട്ടുള്ളൂ. വേഗം പോ. സമരം തൊഴിലാളികൾക്ക്. സമരം തൊഴിലാളികൾക്ക്. ഞങ്ങൾ നേതൃത്വം അംഗീകരിക്കുക. ഞങ്ങൾ നേതൃത്വം അംഗീകരിക്കുക. സിന്ദാബാദ് സിന്ദാബാദ്. ലക്ഷം ലക്ഷം പിന്നാലെ പിന്നാലെ സിന്ദാബാദ് സിന്ദാബാദ്. ഞങ്ങൾ നേതൃത്വം അംഗീകരിക്കുക. ലോക നേതാക്കളെ അംഗീകരിക്കുക. ലോക നേതാക്കളെ ഒന്ന് ചേരുക. ലോക നേതാക്കളെ ഒന്ന് ചേരുക. സമരം തൊഴിലാളികൾക്ക് എതിരായ സമരം. സമരം തൊഴിലാളികൾക്ക് എതിരായ സമരം. സമരം തൊഴിലാളികൾക്ക് എതിരായ സമരം. ഞങ്ങളുടെ നേതൃത്വം അംഗീകരിക്കുക. ഞങ്ങളുടെ നേതൃത്വം അംഗീകരിക്കുക. ഞങ്ങളുടെ നേതൃത്വം അംഗീകരിക്കുക. തൊഴിലാളി ഐക്യം നേതാക്കളുടെ ഐക്യം. സിന്ദാബാദ് സിന്ദാബാദ്. ഞങ്ങളുടെ നേതൃത്വം അംഗീകരിക്കുന്നത് വരെ നിരാഹാര സത്യാഗ്രഹം. നിരാഹാരം മണ്ണോട ഇടയ്ക്ക് തന്നെ ഹിന്ദു സിന്ദാബാദ്. കുമാര വയറ് വിശന്ന് പൊലിയുന്നടാ. വിശപ്പെന്നോ? എനിക്കാണെ കാണ്ടാമൃഗത്തിന്റെ വിശപ്പ. എന്താ ചെയ്യ? രാത്രിയായില്ലേ? നീ പോയി 2 ബിരിയാണി വാങ്ങിക്കൊണ്ടു വാ. നമ്മള് നിരാഗ്രഹ സത്യാഗ്രഹികളല്ലയോ? ആഹാരം കഴിക്കാമോ? ഇടാ, എല്ലാ നിരാഹാര സത്യാഗ്രഹികളും രാത്രി ആഹാരം കഴിക്കും. ആരും കാണൂല. വേണമെങ്കിൽ ബോർഡ് തിരിച്ചു വെച്ചേക്കാം. പോയിട്ട് വാ. എനിക്ക് ഒറ്റയ്ക്ക് പോവാൻ പേടിയാ. അപ്പൊ പിന്നെ ഇവിടെ ആരും വേണ്ടി ബോർഡുകളുണ്ടല്ലോ. പോലും അയ്യോ. എങ്ങോട്ടാ സത്യാഗ്രഹം? ലോക നേതാക്കളെ സംഘടിക്കുക. സംഘടിക്കുക. ഞങ്ങളുടെ നേതൃത്വം അംഗീകരിക്കുക. അടുത്ത രാത്രി അത്താഴം മുടക്കി ഇറങ്ങി വന്നിരിക്കുന്നു. ദാരിദ്ര്യമാണ്. അണ്ണാ, നമ്മുടെ വേലയിറക്കം ഒന്നും പറ്റില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, നിരാഹാരം വേണ്ട, വെറും ആഹാരം മതി. വെറും ആഹാരം, വെറും സത്യാഗ്രഹം. മുതലാളിമാർക്ക് എതിരായിട്ടാ തൊഴിലാളികൾ സമരം ചെയ്യും. ഇവിടെ തൊഴിലാളികൾക്കെതിരായിട്ടാണ് നമ്മൾ സമരം ചെയ്യുന്നത്. എവിടെ നന്നാവാൻ? രാവിലെ നമുക്ക് പോയി മേഖലയെ കാണാം. അദ്ദേഹത്തിന് മുമ്പ് സറണ്ടർ ആവാം. കാല് പിടിച്ച് പറയാ, എന്തെങ്കിലും ഒരു ജോലി തരണേ. പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതുപോലെ 10 ദിവസം ഇരിക്കും. ചേടാ, നിനക്ക് പോണെങ്കിൽ നീ അച്ഛനോട് ചോദിക്കും. അവരെന്ത് ശുപാർശ? എന്തിന്? എന്താ അമ്മയും മോനും കൂടി ഒരു ഗൂഢാലോചന? മോൻ അമ്മയെ കണ്ടിട്ട് ഒരുപാട് ദിവസമായിരുന്നു. പോയിട്ട് വരട്ടെന്ന് ചോദിക്കുന്നു. അജയനാണോ കാണാതിരിക്കാൻ വയ്യാത്തത്, അതോ അജയന്റെ അമ്മയ്ക്കോ? എടാ, കള്ളം പറഞ്ഞാലുണ്ടല്ലോ, പറഞ്ഞേക്കാം. ശാന്തി, നിന്റെ മനസ്സെനിക്കറിയില്ലേ.
സ്വന്തം മോളപ്പുഴയല്ലേ നീ അവളെ വളർത്തിയത്. അതുകൊണ്ട് പിരിഞ്ഞിരിക്കുമ്പോ വിഷമം കാണും. ഗീത ഗർഭിണിയല്ലേ ചേട്ടാ, ഒന്ന് പോയി കണ്ടിട്ട് ഉടനെ വരാം. പോകുന്നതിൽ എനിക്ക് വിരോധമുണ്ടായിട്ടല്ല. പക്ഷേ അവിടെ നിനക്ക് എങ്ങനെയുള്ള സ്വീകരണമാണ് കിട്ടാൻ പോകുന്നതെന്ന് ആലോചിക്കുമ്പോ നമ്മുടെ കുഞ്ഞിനെ കാണാനല്ലേ ഞാൻ പോകുന്നത്. അവരെങ്ങനെ സ്വീകരിച്ചാലെന്താ? നിർബന്ധമാണെങ്കിൽ പോയിട്ട് വരും. എപ്പോഴാ പോകുന്നത്? വൈകുന്നേരം ഒരു ടാക്സി വെച്ച് തരണം. ശരി. ശരി, അപ്പൊ നീ ഇവിടെ വന്നോ, അമ്മ പോയിട്ട് വരാം. അമ്മ ഇവിടെ നിന്നോ, ഞാൻ പോയിട്ട് എന്നെ കൊണ്ടുപോയിട്ട് വേണ്ടേ? പിന്നെ പിന്നെ ഞാനും വരും. ഇവർക്ക് കൂടി ഇവിടെ എന്തെങ്കിലും ഒരു ജോലി കൊടുക്കണം. നിങ്ങൾക്ക് എന്ത് ജോലി അറിയാം? ജോലി ഫോട്ടോ എടുക്കാൻ അറിയാമോ? അറിയാം സാർ. പക്ഷെ ഒരു കുഴപ്പം, ഫിലിം വാങ്ങിക്കാൻ കാശില്ല, ക്യാമറയും ഇല്ല. അതൊക്കെ സാറ് തരും. അപ്പോ മര്യാദയ്ക്ക് ജോലി ചെയ്യുമോ? അയ്യോ, ഇനി മര്യാദക്കേ ജീവിക്കൂ. ഇനി ഞങ്ങൾ ഒരിക്കലും നേതാക്കന്മാരാകില്ല. മിശ്രി, സാർ, ഇവർക്ക് നമ്മുടെ ക്യാമറയും 2 റോൾ ഫിലിം വാങ്ങാനുള്ള പണവും കൊടുത്തേക്കും. വണ്ടിക്കൂലി അതും സാറ് തരും. ഏത് തരത്തിലുള്ള ഫോട്ടോയാണ് എടുക്കേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ എടുത്തോളൂ. പക്ഷേ ഞങ്ങളുടെ പത്രത്തിനാ യോഗ്യത ഉള്ളതായിരിക്കണം. വരും. ശരി. ഞങ്ങളങ്ങോട്ട്. ഇതാരെ ശാന്തിയോ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒന്നുമില്ല, ഗീതയും ഗോപിയും ഒന്ന് കണ്ടിട്ട് പോകാൻ. ഗോപി ഇവിടെ ഇല്ല, അവൻ രാവിലെ പോയതാ. ഗീതേ, ഇതാ നിന്റെ ചേട്ടത്തിയും വന്നിരിക്കുന്നു. അവൾ അകത്തെന്തോ ജോലിയിലായിരിക്കും. ഇന്ന് രാവിലെ ശേഖർ ഇവിടെ വന്നിരുന്നു. അമ്മായി, അമ്മായിക്ക് തരാൻ അമ്മ വാങ്ങിച്ച ഹൽവയാ. വരണം ചേട്ടത്തിമ്മേ. അകത്ത് കാറ്റില്ല, അവനെവിടെ നിൽക്കട്ടെ. ചേട്ടന്റെ സുഖമാണ് ചേട്ടത്തിയമ്മേ. നിനക്കോ? മോളെ ഗീതേ, അവർക്ക് കുടിക്കാൻ വല്ലതും കൊണ്ട് കൊടുക്കുക. ചുമ്മാ നോക്കിയേക്കാതെ ചെല്ലേ. കേട്ടോ ശാന്തമ്മി, ഗോപി ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. അവൻ ഈ സ്വന്തക്കാരെന്നും ബന്ധുക്കളെന്നും പറഞ്ഞ് വരികയും പോവുകയും ചെയ്യുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ഒരു തരത്തിൽ അത് ശരിയുമാണ്. അവനെന്തോ അർത്ഥം പറ്റിയെന്നല്ലാതെ അല്ല, അതിപ്പോഴവൻ മനസ്സിലാക്കുന്നുണ്ട്. പോകുന്നതിൽ എനിക്ക് വിരോധമുണ്ടായിട്ടല്ല. പക്ഷേ അവിടെ നിനക്ക് എങ്ങനെയുള്ള സ്വീകരണമാണ് കിട്ടാൻ പോകുന്നതെന്ന് പ്രിയപ്പെട്ട ചേട്ടത്തിയമ്മയ്ക്ക്, ചേട്ടനും ചേട്ടത്തിയമ്മയും സ്വന്തം അനുജനെപ്പോലെ കരുതിയിരുന്ന ശേഖറിന്റെ ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ശേഖറിന് ഗീതയോട് ഇത്രയും സ്നേഹമാണെന്ന് അറിഞ്ഞിരുന്നിട്ടും നിങ്ങൾ അവളെ എന്നെക്കൊണ്ട് വിവാഹം കഴിപ്പിച്ച് തെറ്റായിപ്പോയി. വിവാഹം കഴിഞ്ഞതിന് ശേഷവും അയാൾ അവൾക്ക് ഫോൺ ചെയ്യുകയും തമ്മിൽ കൂടെ കൂടെ കാണാൻ ശ്രമിക്കുകയും ചെയ്തു. അതൊരു ഭർത്താവും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. ഇനിയും ഇത് തുടർന്നാൽ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം എന്താകുമെന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ലല്ലോ. ചേട്ടത്തിയമ്മ മാത്രം അറിഞ്ഞിരിക്കാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. സ്വന്തം ഗോപി. എന്തിനാ എന്നെ വിളിപ്പിച്ചത്? വരൂ, ഇരിക്കൂ. ചായ വേണോ? ഇപ്പൊ വേണ്ട. ചേട്ടൻ ഓഫീസിലുണ്ടോ? ഉണ്ട്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനാണ്. ചേട്ടൻ പോലും അറിയാതെ ഈ സമയത്ത് വരാൻ പറഞ്ഞത്.
ചോദിച്ചിട്ട് തന്നെ കാര്യം. നിൽക്കൂ. ശേഖരം ഈ കുടുംബവുമായുള്ള ബന്ധം മറ്റാർക്കും മനസ്സിലാകണമെന്നില്ലല്ലോ. ഗീത എനിക്ക് സ്നേഹമായിരുന്നു, ഈ കുടുംബത്തിലൊരു കുട്ടി എന്ന നിലയ്ക്ക്. അവളെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം പോലും നിങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം എന്റെ മനസ്സിലുണ്ടായിരുന്നു. അതും ഗീതയ്ക്ക് ഇഷ്ടമല്ലെന്ന് മനസ്സിലായപ്പോ എന്റെ മനസ്സിന് പാടെ മാറ്റാൻ എനിക്ക് കഴിഞ്ഞു. ഗീതയെ ശേഖരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ എനിക്കതിൽ യാതൊരു ദുഃഖവുമില്ല. പക്ഷേ ഈ അപവാദം ഞാൻ സഹിക്കില്ല. ഗോപി ചെറുപ്പമല്ലേ, തെറ്റിദ്ധാരണയായിരിക്കും. എല്ലാം മറന്നേക്കും. ഇല്ല, ഇതങ്ങനെ വിടാൻ പാടില്ല. ക്ഷമിക്കൂ ശേഖർ. നമ്മൾ ചോദിക്കാനോ പറയാനോ പോയാൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ഗീതയായിരിക്കും. ലരിയെടുത്ത ഫോട്ടോകളാണ്, ഇതൊന്ന് നോക്കണം. മേശ്വരി, ഇത് കിണറ്റിൽ വീണ് മരിച്ച പെണ്ണിന്റെ അച്ഛന്റെ ഫോട്ടോ അല്ലേ? ആണെന്നാ തോന്നുന്നത്. സംശയമില്ല. അവരിങ്ങോട്ട് വരാൻ പറയും. നിങ്ങളെ സാറ് വിളിക്കുന്നു. ഈ കഞ്ഞിയിലും പാറ്റ വീണു. ഇതാ ഞാൻ പറയുന്നത്. പിന്നെ പൈസ കാഴ്ചലോ പേപ്പർ എണ്ണല്ലോ മറ്റോ മതിയോ ചെല്ല്. ഞാനോ? പിന്നെ ഞാനോ 500 നീയല്ലേ? അയ്യോ അയ്യോ എന്റെ പൊന്നു സാർ ക്ഷമിക്കണം. ഇനി ഇങ്ങനത്തെ ഫോട്ടോ ഞങ്ങൾ എടുക്കില്ല. 3 പ്രാവശ്യത്തേക്ക് മാപ്പ് തരണം. ഇതിൽ ഒരെണ്ണം നന്നായിട്ടുണ്ട്. അത് ഞാനെടുത്താ. പോലീസ് എന്തിനാ ഇയാൾ അടിക്കുന്നത്? അതെന്തിനാണെന്ന് അറിയില്ല. നല്ല ഉഗ്ര ഇടി. ഞങ്ങൾ പറഞ്ഞു തരും പോലെ പറയുമോ എന്ന് ചോദിച്ചാ ഇടിച്ചത്. അപ്പോഴാ ഞാൻ എടുത്തത്. അല്ല, ഞങ്ങൾ എടുത്തത്. എന്താണ് പറഞ്ഞതെന്ന് കേട്ടില്ലേ? ഇല്ല സാർ, ഞങ്ങൾ വിളിച്ചിരുന്നല്ലേ ഫോട്ടോ എടുക്കുന്നത്. നേരെ നിന്നാ കൈ വിറയ്ക്കുന്നു. ശരി, പൊയ്ക്കോളൂ. സാർ, ശീലം തീർന്നു. മേശ്വരി അടുത്തുനിന്ന് വാങ്ങിച്ചോളൂ. അത് വാങ്ങിച്ചോളൂ. മേശ്വരി, ചേരൻകുട്ടി കൊണ്ട് വരാൻ പറയും. ഇത് കണ്ടോ? മേലേപ്പറമ്പ് മുതലാളിക്ക് അനുകൂലമായി കള്ളസാക്ഷി പറയാൻ പോലീസ് നിർബന്ധിക്കുകയാണ്. ഇതിങ്ങനെ പോയാൽ സാക്ഷി പറയുന്നതിന് മുമ്പ് കളവ് മരിച്ചു പോകല്ലോ. മേലേപ്പറമ്പിന്റെ അനന്തരവൻ പുതിയ എസ് ഐ ആണ് നേതൃത്വം കൊടുക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യും. എന്താ ചേട്ടാ? വരൂ, പറയാം. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ആഹാരവും മറ്റും കൃത്യസമയത്ത് ഇവിടെ കൊണ്ടുതരാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പിന്നെ വെളിയിൽ പോവുകയോ ഇവിടെ ആളുണ്ടെന്ന കാര്യം പുറത്തറിയുകയോ ചെയ്യരുത്. ഇല്ല സർ, എനിക്ക് ചെയ്ത ഈ ഉപകാരം അതൊന്നും വേണ്ട. നിങ്ങൾ വളരെ സൂക്ഷിക്കണം. കിണറ്റിൽ വീണ് മരിച്ച രാധയുടെ അച്ഛനെ പോലീസ് മർദ്ദിച്ച് കള്ളസാക്ഷി പറയാൻ പ്രേരിപ്പിക്കുന്നു. തെളിവുകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. പോലീസിലും ഈ പത്രത്തിന്റെ ആൾക്കാരുണ്ട്. എന്താ സുകുമാരൻ, ആ കിഴവനെ കാണുന്നില്ല. അയാൾ ഇതുവരെ എവിടെയായിരുന്നു? അയാളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നീ ഈ പത്രം കണ്ടോ? കണ്ടു. ഈ വാർത്ത ശരിയാണ്. വാർത്ത ശരിയാണ്. ആ പെണ്ണിന് അപസ്മാര ബാധയുണ്ടായിരുന്നെന്നും അങ്ങനെ കിണറ്റിൽ വീണതായിരിക്കാമെന്നും കോർട്ടിൽ പറയാൻ ഞാൻ ആ കിഴവനെ തയ്യാറാക്കി നിർത്തിയതായിരുന്നു. ഇനി ആ കിഴവൻ പേടിച്ച് വല്ലയിടത്ത് ഓടിപ്പോയതായിരിക്കുമോ? സമരം പത്രക്കാർ അയാളെ കടത്തിക്കൊണ്ടുപോയതല്ലേ എന്നാണ് എന്റെ സംശയം. പത്രക്കാരൻ നിന്നോട് മേല ഇരിക്കൂ, ധൃതിപ്പെടാതെ. അവൻ നമ്മെ അങ്ങനെ ചാടിക്കിടക്കുമെന്ന് നോക്കാം. സുന്ദരം പോയി വേണ്ടതെന്താന്ന് വെച്ച് ചെയ്യും. ശരി, ഞാൻ പോയിട്ട് വരാം. ഓ, സമരം പത്രം നമുക്കൊരു ശല്യമായി തീരുകയാണ്. സാമദാന ഭേദ ദണ്ഡം. രാമകൃഷ്ണന്റെ ബന്ധുവല്ലേ? ഒന്ന് സംസാരിച്ചു നോക്കാം.
സമരം പത്രാധിപർ? അതെ. ഞങ്ങളുടെ മുതലാളിയെ പറ്റി എഴുതാൻ നിനക്ക് അത്ര ധൈര്യമോടാ? നിക്ക്. ഒരു സംശയം. എന്നെ തല്ലുന്നതിന് മുതലാളി നിൽക്കുന്ന കൂലി വരും? ഞങ്ങൾ കൂലിക്കടിക്കുന്നവരല്ല. ഓ, അപ്പൊ അടി വാങ്ങിക്കുന്നവരായിരിക്കല്ലയോ? എന്നെ തല്ലാൻ ആരാ നിന്നെയൊക്കെ അയച്ചത്? ചുമ്മാ പറയുന്നു. പറയാം സാർ. ഞാൻ ദിവസവും 2-3 തവണ ഗോപിയോട് ഇവിടുത്തെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അങ്ങോട്ടേക്ക് ഒന്ന് ഇറങ്ങരുതോ? ഒരു ദിവസം വരാം. ഇവിടെ ധാരാളം ജോലിയുണ്ട്. അത് കാണുമല്ലോ. ഒരു ദിനപത്രം നടത്തുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ? ഞാൻ രാവിലെ എണീറ്റാൽ ആദ്യം നോക്കുന്നത് ചാമരമാണ്. ചാമരം? അതെ, നിങ്ങളുടെ പത്രം. എന്റെ പത്രത്തിന്റെ പേര് സമരം എന്നാണ്. ഓ, സമരം സമരം. എന്റെ ഓർമ്മിപ്പിച്ചു നോക്കണേ. പിന്നെ ഒരു പെൺകുട്ടി കിണറ്റിൽ ചാടിയ സംഭവം നിങ്ങളുടെ പത്രത്തിൽ വന്നിരുന്നല്ലോ. ചാടിയതല്ലോ, ചാടിച്ചതല്ലേ? അല്ല, ഇത്ര നിസ്സാര കാര്യങ്ങളൊക്കെ പത്രത്തിൽ വരുന്നത് നിങ്ങളുടെ പത്രത്തിന് പേര് ദോഷമല്ലേ? മാത്രമല്ല, ആ മേലെ പുറമ്പൻ എന്റെ അടുത്ത സുഹൃത്താണ്. നിങ്ങളുടെ ഈ പത്രവാർത്തയ്ക്ക് ശേഷം അയാൾ എന്നോട് അല്പം അലോഹ്യത്തിലാണ്. ഞാൻ എന്ത് വേണമെന്നാ പറയുന്നത്? ഒന്നുമില്ല, അവരൊക്കെ നാട്ടിൽ ഉന്നത വ്യക്തികളാണ്. നമുക്കെന്തിനാ അവരുടെയൊക്കെ വിരോധം? അല്ല, നമ്മുടെ ബന്ധുത്വം വെച്ചുകൊണ്ട് പറയുന്നതാണ്. ഉന്നത വ്യക്തികളാണെങ്കിലും അല്ലെങ്കിലും നീതിയുടെ മുമ്പിൽ എല്ലാവരും തുല്യരല്ലേ? യാതൊരു സംശയവുമില്ല. പക്ഷേ നീതിന്യായ വകുപ്പ് നമ്മൾ കൈകാര്യം ചെയ്യണോ? തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നീതിപീഠം തീർപ്പ് കൽപ്പിക്കുന്നത്. ചില തെളിവുകൾ പത്രങ്ങൾക്കും കൊടുക്കാൻ കഴിയുമല്ലോ. നമ്മൾ എന്തിനാ ഇതിലേക്ക് തലയിടുന്നത് എന്ന് എന്റെ ചോദ്യം. അല്ല, ബന്ധുത്വം വെച്ചുകൊണ്ട് പറയുന്നതാണ്. മനസ്സിലായി. അനീതിയുടെയും അക്രമത്തിന്റെയും നേരെ കണ്ണടച്ചിരുട്ടാക്കാൻ എനിക്കും എന്റെ പത്രത്തിനും സാധ്യമല്ല. ഈ സ്നേഹബന്ധം പത്രധർമ്മത്തിന് കുറുക്കേ നിൽക്കുന്നതും എനിക്കിഷ്ടമല്ല. എല്ലാം ശരി തന്നെ. പക്ഷേ അതുകൊണ്ട് നഷ്ടപ്പെടുന്നത് നമ്മുടെ കുടുംബ ബന്ധമായിരിക്കാം. ഞാൻ എന്റെ പത്രവും കുടുംബവും തമ്മിൽ ബന്ധപ്പെടുത്താറില്ല. അപ്പോൾ ഞാൻ പോകുന്നു. നമസ്കാരം. എന്തായാലും അദ്ദേഹത്തെ പിണക്കി അയക്കണ്ടായിരുന്നു. ഗീതയുടെ അമ്മാവനല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം ക്ഷമിച്ചിരുന്ന് സംസാരിച്ചത്. പുറത്തിറങ്ങാൻ കഴിയാത്തതിൽ വിഷമമുണ്ടല്ലേ? ഇല്ല സർ, ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ അവന്മാരെന്നെ കൊന്നു കളഞ്ഞേനെ. എങ്ങനെ കുറ്റം ചെയ്തവർ രക്ഷപ്പെടാൻ പാടില്ല, അതേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. ഈ അകത്തേക്ക് പോകും. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഞാനിപ്പോ വരാം. ഗീതേ, തനിച്ചാണോ വന്നത്? അല്ല, ഗോപേട്ടനുണ്ട്. ഇപ്പൊ വരാമെന്നും പറഞ്ഞ് എന്നെ ഇവിടെ ഇറക്കി പോയി. എന്താ വിശേഷം?
ആ കേസിന്റെ കാര്യം പത്രത്തിലിടരുതെന്ന് അമ്മാവൻ ചേട്ടനോട് പറഞ്ഞത് കേട്ടില്ലെന്ന്. അതിന് ഇനിയും ഇത് തുടരുകയാണെങ്കിൽ എന്നെ ഉപേക്ഷിക്കുമെന്നാണ് പറയുന്നത്. എന്തെങ്കിലും കാരണം പറഞ്ഞ് നിന്നെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഗോപി എന്ത് പറയുന്നു? ഗോപിയത്തിന് അമ്മാവനേക്കാളും വാശിയാണ്. ചേട്ടത്തിനോട് സംസാരിച്ചോ? ആ, സംസാരിച്ചു. ചേട്ടത്തിയമ്മയാണ് ഇവിടെ വന്ന് പറയാൻ പറഞ്ഞത്. രാമകൃഷ്ണൻ ചേട്ടനെ തോൽപ്പിക്കാൻ അവസാന കയ്യായി നിന്നെയാണ് അവർ ആയുധം വെക്കുന്നത്. ചേട്ടാ, എന്നെ രക്ഷിക്കണം. ഗീത വിഷമിക്കണ്ട, ഞാൻ ചേട്ടനോട് സംസാരിക്കാം. ഗോപേട്ടൻ വന്നില്ലേ? വന്നില്ല. മേലെപ്പറമ്പന്റെ കേസിന്റെ വാർത്തകൾ കുറെ കൂടെ കഴിഞ്ഞു കൊടുക്കാം. എന്താ പെട്ടെന്ന് നിങ്ങൾ തോന്നാൻ കാരണം? അല്ല, അവരുടെ നീക്കങ്ങൾ അറിഞ്ഞിട്ട് മതിയെന്ന് എനിക്ക് തോന്നുന്നു. കോർട്ടിൽ തെളിവുകൾ ഹാജരാക്കുന്നത് പോലെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് പത്രത്തിൽ വരുന്ന വാർത്തയിൽ. ജനശ്രദ്ധ നീതിന്യായ വകുപ്പിനെ സഹായിക്കും. അതല്ല ചേട്ടാ, ഞാൻ പറയുന്നത് ശേഖരൻ ഇക്കാര്യത്തിലൊന്നും പറയണ്ട. ഈയിടെയായി നിങ്ങളുണ്ടായ മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയാണ്. എന്തായാലും എന്നോട് തുറന്നു പറയാം. നീ ആ എഴുത്തിന്റെ കാര്യം അന്നേ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഇത്രത്തോളം ഞാൻ എത്തില്ലായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ ഗീതയും ശേഖരനെ വിളിച്ച് ചോദിച്ചേനെ. ഗോപി വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുകയാണെന്നാ ഞാൻ കരുതിയത്. ഇപ്പൊ നേരിട്ട് കണ്ടില്ലേ? ഗോപിയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അവളുടെ കഥ കഴിച്ചേനെ. ശേഖരനാണെങ്കിൽ ഇപ്പൊ ജോലി പഴയ ശ്രദ്ധയൊന്നുമില്ല. ചില ശുപാർശയൊക്കെ അവനിപ്പോ തുടങ്ങിയിരിക്കുകയാണ്. കഷ്ടം. നമ്മുടെ സ്വന്തം സഹോദരനെ പോലെയല്ലേ നമ്മൾ ശേഖരനെ കരുതിയിരുന്നത്? അത് അവനും ചിന്തിക്കണ്ടേ? യെസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പ്രസ് സെർച്ച് ചെയ്യാൻ ഒരു വാറണ്ട്. വിശദം. മേശ്രേ, നമ്മുടെ പ്രസ് സെർച്ച് ചെയ്യാൻ പോലീസ് വന്നിട്ടുണ്ട്. വേണ്ട സൗകര്യം ചെയ്തു കൊടുത്തു. അകത്തേക്ക് വെച്ചത്. എന്താ വിശേഷം? മേലെപ്പറമ്പിന്റെ കേസിൽ നിങ്ങളുടെ പക്കലുള്ള തെളിവുകൾ പിടിച്ചെടുക്കാനാണ്. സാക്ഷിയെ കിഡ്നാപ്പ് ചെയ്തതായി നിങ്ങളുടെ പേരിൽ ഒരു കേസുണ്ട്. തെളിവുകൾ ഞാൻ നേരിട്ട് തന്നെ നിങ്ങളെ ഏൽപ്പിക്കാമായിരുന്നു. പക്ഷേ സത്യം പറയട്ടെ, നാട്ടുകാർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ വിശ്വാസം കുറഞ്ഞു വരികയാണ്. അതെന്താണ്? പട്ടാപ്പകൽ നാട്ടുകാരുടെ കൺമുമ്പിൽ നടന്ന എത്ര കൊലപാതകങ്ങളാണ് തെളിവില്ലെന്ന് പറഞ്ഞ് കോടതി വിട്ടയച്ചിരിക്കുന്നത്? അത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കഴിവില്ലായ്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ കൈക്കൂലി, അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഇടപെടൽ, സ്വജനപക്ഷപാതം. എന്താ, ശരിയല്ലേ? എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് പറയാൻ പറ്റൂല, എനിക്കറിയാം. ഞാൻ പറയും. എന്റെ പത്രത്തിൽ കൂടി ശക്തമായ ഭാഷയിൽ. മിസ്റ്റർ രാമകൃഷ്ണൻ, നിങ്ങൾ ശത്രുക്കൾ വിലയ്ക്ക് വാങ്ങുകയാണ്. കോടീശ്വരന്മാരായ കുറച്ച് മുതലാളിമാരും അഴിമതിക്കാരായ കുറെ രാഷ്ട്രീയക്കാരും കൈക്കൂലിക്കാരായ കുറെ ഉദ്യോഗസ്ഥന്മാരും എന്റെ ശത്രുക്കളാകുമായിരിക്കും. പക്ഷേ നല്ലവരായ ലക്ഷോപലക്ഷം ജനങ്ങൾ എന്റെ കൂടെ ഉണ്ടാകും. ഇതാ, ഈ പത്രത്തിന്റെ പേര് സമരമെന്നാണ്. അതൊരു ആലങ്കാരികമല്ല. സാമൂഹ്യ നീതിക്ക് വേണ്ടി സമരം ചെയ്യുന്നൊരു പത്രമാണിത്. അതിനുവേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും ഞാൻ തയ്യാറാണ്. ഒന്നുമല്ല സാർ. ശരി, വീണ്ടും കാണാം. തീർച്ചയായും. ശേഖരൻകുട്ടി വന്നിട്ടുണ്ടോ? ഉണ്ട്. ആ കിഴവനെ ഇന്ന് രാത്രി എന്റെ വീട്ടിലെത്തിക്കാൻ പറയും. ഓ.
ആരാണ്? ഞാൻ ആരാണെന്ന് ഇപ്പോൾ നിങ്ങൾ അറിയണ്ട. നിങ്ങൾ ഇത്രയും കാലം സ്വന്തം അനുജനെ പോലെ കരുതിയിരുന്ന നിങ്ങളുടെ സഹപത്രാധിപർ നിങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു. എന്ത്? കേസിന്റെ സാക്ഷിയായ കിഴവനെ നല്ലൊരു തുക വാങ്ങിക്കൊണ്ട് ശേഖർ മേലെപ്പറമ്പിന് മുതലാളിക്ക് വിറ്റിരിക്കുന്നു. ശേഖരനോ? അതെ, നിങ്ങളുടെ ശേഖരൻകുട്ടി തന്നെ. ഹലോ ഹലോ ഹലോ, ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? അയാളെ താമസിപ്പിക്കുന്നതിൽ ശേഖരന് എന്തെങ്കിലും വിഷമം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് പറയാൻ പാടില്ലായിരുന്നു. പൂത്തുടച്ചാണ് അയാളെ കടത്തിക്കൊണ്ടുപോയത്. എന്തായാലും ഇതൊരു വലിയ ചതിയായിപ്പോയി. പോലീസിൽ അറിയിച്ചു? ഇല്ല, പോലീസിനെതിരായ കേസായതുകൊണ്ടാ ഞാൻ അറിയിക്കാഞ്ഞത്. എനിക്കറിയാം നിങ്ങൾക്ക് കഴിയില്ലെന്ന്. ആ എസ് ഐ സുകുമാരൻ നമ്മുടെ ശത്രുവല്ലേ? പോലീസ് എന്ന് പറയുന്നത് എസ് ഐ സുകുമാരൻ മാത്രമല്ല, നല്ലവരായ എത്രയോ ഉദ്യോഗസ്ഥന്മാർ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുണ്ട്. ചേട്ടന് വിരോധമില്ലെങ്കിൽ ഞാൻ പോലീസിനെ അറിയിക്കാം. എന്നോട് ഈ ഒളിച്ചുകളി വേണ്ടായിരുന്നു. മറ്റുള്ളവരെ ഞാൻ കൂടുതൽ വിശ്വസിച്ചു. അതാണ് എന്റെ തെറ്റ്. ചേട്ടൻ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഈ സ്ഥാപനത്തിന്റെ അന്തസ്സും അഭിമാനവും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ എനിക്ക് കണ്ണടച്ചിരിക്കാൻ സാധ്യമല്ല. തക്ക തെളിവുകളില്ലാതെ ഈ കേസ് തോറ്റാൽ ഈ സമൂഹത്തിന്റെ മുന്നിൽ നമ്മൾ തെറ്റുകാരാണ്. ഞാൻ അയാളെ എങ്ങനെയും തേടി പിടിച്ചോണ്ട് വരും. നിങ്ങൾക്കത് സാധ്യമല്ല. ശത്രുക്കളെ നേരിടാനുള്ള കരുത്ത് എനിക്കുണ്ട്. പക്ഷേ മിത്രങ്ങളെന്ന് നടിക്കുന്നവരോട് ചേട്ടാ, പലരും കണ്ടും കേട്ടും കുറച്ചു നാളായി ഞാൻ സഹിച്ചു വരികയാണ്. നിങ്ങൾ എന്റെ കുടുംബത്തോട് ചെയ്ത ദ്രോഹം പോലും ഞാൻ ക്ഷമിച്ചു. എന്ത്? ചേട്ടന്റെ കുടുംബത്തിന് ഞാൻ ദ്രോഹം ചെയ്തിരുന്നു? അതെനിക്ക് വേണം. സ്വന്തം സഹോദരനെ പോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. പക്ഷേ ഈ ആത്മവഞ്ചന ഞാൻ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചില്ല. ചേട്ടന്റെ മനസ്സിലുള്ള എന്താണെന്ന് തുറന്നു പറ, എന്നിട്ട് ഞാൻ പറയുന്നു കേക്ക്. ഞാനൊന്നും പറയുന്നുമില്ല, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. ശരി, ഈ തെറ്റിദ്ധാരണ മാറുന്നതുവരെ ഇതിനകത്ത് ഞാൻ കാലുകുത്തില്ല. നീ എന്താ മറിഞ്ഞു? നീ എന്നെ പിടിക്കണ്ട, ഞാൻ നടന്നു നോക്കണം. ഗോപിയേട്ടാ, വരൂണ അയക്കാം. തൊട്ടുപോകരുത്. എത്ര വലിയൊരു ശിക്ഷയ്ക്ക് ഞാൻ എന്ത് തെറ്റെയ്തു ഗോപിയേട്ട? നീ തെറ്റൊന്നും ചെയ്തില്ല അല്ലേ? എന്റെ പൊന്നു ഗോപിയേട്ട, അങ്ങനെ മറ്റെന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, അത് മാത്രം പറയല്ലേ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ ഒന്ന് വിശ്വസിക്കണം. ഞാൻ ഈ കാല് പിടിച്ച് പറയാം. ഞാൻ നിന്നെ വിശ്വസിക്കണം. ഇനി എന്നെ മഠയിലാക്കാനുള്ള ഭാവം. കണ്ടവരെയെല്ലാം വീട്ടിൽ വിളിച്ചു കയറ്റി അവസാനം ഗർഭിണിയായപ്പോൾ അതെന്റെ തലയിൽ. അനാവശ്യം പറയരുത്. ഭാര്യയാണെന്ന് വെച്ച് എല്ലാം പറയുമെന്ന് കരുതരുത്. ഗോപിയേട്ടനെ അല്ലാതെ മറ്റൊരാളെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. പറയൂ, ഞാൻ എന്ത് ചെയ്യണം? പറയൂ. അങ്ങയെ വിശ്വസിപ്പിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? പറയൂ. ഈ വീടിനെങ്കിലും മോശം കിട്ടട്ടെ. ഡോക്ടർ, അവൾക്ക് എങ്ങനെയിരിക്കുന്നു? പെട്ടെന്നുണ്ടായ ഷോക്ക് കാരണം ഗർഭഅലസി. അലസി? എന്റെ ഗുരുവായൂരപ്പ. ഭയപ്പെടാനൊന്നുമില്ല. ഞാൻ 1-2 മരുന്നിന് എഴുതിത്തരാം. വരും.
ജീവിതം അവസാനിപ്പിക്കാൻ മാത്രമേ എനിക്കൊരു മാർഗമുണ്ടായിരുന്നുള്ളൂ. എല്ലാ ദുഃഖത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ അതിനും നിങ്ങളെന്നെ അനുവദിച്ചില്ല. ഗീതേ, ആത്മഹത്യ ജീവിതത്തിൽ നിന്നുള്ള ഒരുതരം ഒളിച്ചോട്ടമാണ്. അതൊന്നിനൊരു പരിഹാരമാകുന്നില്ല കുട്ടി. പ്രശ്നങ്ങളെ നേരിടുക തന്നെ വേണം. നമുക്ക് മാർഗം ഉണ്ടാകാം. നീ തൽക്കാലം വിശ്രമിക്കാം. ഞാനൊരു ചൂട് ചായ കൊണ്ടുവരാം. എന്തായാലും സാറിന്റെ ബുദ്ധിയെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. ശരിയാണ്, ഒരു വെടിക്ക് 2 പക്ഷി. 2 അല്ല 3. അതെങ്ങനെ? ഒന്ന്, ശേഖരന്റെ മുറിയിൽ നിന്ന് കിഴവരെ കടത്തിയതുകൊണ്ട് മേലെപ്പുറം രക്ഷപ്പെട്ടു. 2, അക്കാരണം കൊണ്ട് രാമകൃഷ്ണൻ ശേഖരനും തെറ്റിപ്പിരിച്ചു. സമ്മതിച്ചു. മൂന്നാമത്തതോ, രാമകൃഷ്ണന്റെ അനിയത്തിയെ എന്റെ മകന്റെ തലയിൽ നിന്ന് ഇറക്കി വെച്ചു. അത് സാറിന്റെ കുടുംബ പ്രശ്നമല്ല. അതാണ് നിങ്ങൾക്ക് തെറ്റിയത്. ഗോപി അവൾ ഉപേക്ഷിച്ചതുകൊണ്ട് രാമകൃഷ്ണൻ മാനസികമായി തകരും. പക്ഷേ ഇപ്പോഴും നമ്മുടെ വിജയം പൂർണ്ണമായി എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്റെ കേസ് സംബന്ധപ്പെട്ടതായ കുറെ തെളിവുകൾ രാമകൃഷ്ണന്റെ കയ്യിലുണ്ട്. അത് നമ്മൾ തട്ടിയെടുക്കണം. എന്റെ മേല നമ്മൾ തോറ്റ ചരിത്രമുണ്ടോ? ഒന്ന് അടങ്ങ്. തനിച്ചാണ് മോളെ വന്നത്? ഗോവയുടെ വന്നില്ല. മോനും ചേട്ടനും എല്ലാം എപ്പോഴും നിന്നെ കാണണമെന്ന് പറയാറുണ്ട്. നിനക്കവിടെ സുഖം തന്നെയല്ലേ? എന്താ മോളെ, നിനക്കെന്ത് പറ്റി? എന്തിനാ കരയുന്നത്? എനിക്കിനി അവിടെ ജീവിക്കാൻ വയ്യ. ഞാനിനി അങ്ങോട്ട് പോകുന്നില്ല ചേച്ചി. ബൈ ബൈ. ഗോപി, ഇവിടെ വാ. നീ കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാൻ തീരുമാനിച്ചു അല്ലേ? എന്താ കാര്യം? എന്താണെന്നോ? ഒരു രാജകുടുംബത്തിലെ പെൺകുട്ടിയെ വേണമെങ്കിലും നിനക്ക് ഞാൻ വാങ്ങി ചെയ്തു തരാം. എനിക്ക് വേണമെങ്കിലല്ലേ? എങ്കിൽ പിന്നെന്തിനാ കണ്ട ക്രിസ്ത്യാനി പെണ്ണിന്റെ കൂടെ നടക്കുന്നത്? ഓഹോ, അതാണോ കാര്യം? വെറും നേരം പോക്കല്ലേ അച്ഛാ? കുഴപ്പമില്ലെന്നേ. കുഴപ്പമില്ലെന്നോ? ഇടാ മോനെ, അവൾ എന്റെ കൂട്ടുകാരന്റെ ഭാര്യയാണ്. അതാ അച്ഛാ കുഴപ്പമില്ലെന്ന് പറഞ്ഞത്. അഡ്രസ്സിൽ ആളുണ്ടല്ലോ. നീ ആരോടാണ് സംസാരിക്കുന്നതെന്നറിയാം? പിന്നെ അറിയാതെ സ്വന്തം അച്ഛനോട്, മിസ്റ്റർ കുഞ്ഞൻ മേനോനോട്. നമ്മളെന്തിനാ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കുന്നു? പോട്ടെ പോട്ടെ പോട്ടെ, മോനകത്തേക്കല്ലേ. ശേഖരോ? അച്ഛനും മകനായിട്ട് എന്തോ ബിസിനസ്സുകാരും സംസാരിക്കാനും തോന്നുന്നു. വിശേഷിച്ചൊന്നുമില്ല. ഒരു മുഖ്യമന്ത്രിയും മരുമോളുമായിട്ടുള്ള വഴക്കിനെ കുറിച്ച് സംസാരിക്കായിരുന്നു. വരൂ, അകത്തേക്ക് വരൂ. വരൂ, ഇരിക്കൂ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പത്രമൊക്കെ എങ്ങനെ നടക്കുന്നു? ഞാൻ പത്രവുമായുള്ള ബന്ധമൊക്കെ നിർത്തി. എന്തു പറ്റി? സാർ വേറെ ആരോടും പറയരുത്. ആ മേലെപ്പറമ്പിന്റെ കേസിന്റെ കാര്യത്തിലാണ് ഞങ്ങൾ നമ്മൾ തെറ്റിയത്. അതാണോ കാര്യം? അതെ, അങ്ങയുടെ കയ്യിലുണ്ടായിരുന്ന ഒരേ ഒരു തെളിവാണ് ഈ നെഗറ്റീവ്. ഇത് ഞാനീ ഉള്ളൂ. അത് നന്നായി. ശേഖരന് ഞാൻ തക്ക സമ്മാനം വാങ്ങിത്തരുന്നുണ്ട്. ഞാൻ കൊടുക്കും. എനിക്കിതായിട്ട് തെളിവെന്ന് തോന്നല്ലോ. വളരെ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഇത് മിസ്റ്റർ ശേഖർ, സമരപത്രത്തിന്റെ സഹപത്രാധിപർ. ഇത് മിസ്റ്റർ തിക്രൂർ. ഇത് മിസ്റ്റർ മേലെപ്പറമ്പ്, എന്റെ ബിസിനസ് പാർട്ട്നേഴ്സ്. തിരിക്കൂ. ശേഖരൻ എന്താണ് ഇഷ്ടം? എനിക്കങ്ങനൊന്നുമില്ല. ശേഖർ നമ്മുടെ അതിഥിയെ വന്ന സ്ഥിതിക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് വേണം കഴിക്കാം. ഞങ്ങളുടെ ഓർഡറിന്റെ കൂടെ ഒരു സ്പോർട്സ് കൊണ്ടുവരും. അപ്പോൾ സമരവുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായി വിട്ടു കഴിഞ്ഞോ? വിട്ടെന്ന് മാത്രമല്ല, ആ സ്ഥാപനം നശിപ്പിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ ഞാൻ അതും ചെയ്യും. അതിനൊക്കെ കാര്യം അതറിയണമെങ്കിൽ ഞാനും ആ സ്ഥാപനവുമായുള്ള ബന്ധം ആദ്യം മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് പറയാം. മിസ്റ്റർ ശേഖർ പാർട്ണറായിരുന്നില്ലേ? വാസ്തവം പറയുകയാണെങ്കിൽ ആ പത്രത്തിന്റെയും പ്രസിന്റെയും ഉടമസ്ഥാവകാശം എനിക്കാണ്. ഒരു കാശ് പോലും എടുക്കാതെ ഞാൻ പോകുന്നത്. അതിന് വിഷമമില്ല. പൈസ എണ്ണി ശേഖർ മുമ്പിൽ വെപ്പിച്ചു തരാം.
വരട്ടെ, അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ച അയാളുടെ പത്രത്തിന്റെ ഒരു കോപ്പി പോലും വെളിച്ചം കാണും. വേണ്ടി വന്നാൽ അയാളെ കൊണ്ട് കമ്പി എണ്ണിക്കാനുള്ള റെക്കോർഡുകൾ എന്റെ കൈവശമുണ്ട്. പക്ഷേ അയാളെ കണ്ടാൽ വളരെ നല്ലവനും ശാന്തമാണെന്ന്. എല്ലാം വെറും വേഷം. നന്ദി കേട്ടത്. അവനെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. ശേഖർ പറയുന്നത് ശരിയാ. ഈ നാട്ടിൽ കൊള്ളാവുന്നവരെല്ലാം അയാളുടെ ശത്രുക്കളാണ്. നോട്ട് ഡിസൈഡഡ്. എങ്കിലും ഒരു പ്രസ് തുടങ്ങണമെന്ന് ആഗ്രഹം. ശേഖരന് പരിയുള്ളത് ആവശ്യത്താണല്ലോ. എന്താ എസ്റ്റിമേറ്റ്? ഒരു 3 to 4 lakhs. അത് മതിയാവും. ആദ്യം ചെറുതായിട്ട് തുടങ്ങണം. കറക്റ്റ്, 10% കറക്റ്റ്. പണത്തിന് എന്താ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്? കുറച്ച് രൂപ കയ്യിലുണ്ട്. ബാക്കി ബാങ്ക് ലോൺ റേസ് ചെയ്യണം. കുറെ രൂപ ഞാൻ തരാം. എങ്കിൽ അതിനൊക്കെ പ്രതിഫലം ഷെയർ അങ്ങോട്ട് തരും അല്ലേ ഷെയർ? തീർച്ചയായും. ഇനി കുറച്ചു നേരത്തേക്ക് നമുക്കെല്ലാം മറക്കാം. മിസ്റ്റർ ഗോപി, ഞാൻ ഗോപി ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. എന്താ കാര്യം? ഒരു പറയാം. വരാൻ എനിക്ക് സമയമില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെച്ച് പറഞ്ഞോളൂ. ഗോപി, നിങ്ങൾ സൂസിയുമായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കണം. അല്ല, സൂസി ആരാ? സൂസി ആരാണ്? അതെ, താങ്കളുടെ ആരാണെന്ന്. എന്റെ ഭാര്യ. നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ പറഞ്ഞാൽ പോരെ. എന്നെ എന്തിനു അന്വേഷിച്ച് നടക്കുന്നു? അവൾ അനുസരിക്കില്ല. അയ്യോ പാവം. പിന്നെ തന്നെയല്ല എന്തിനു കൊള്ളാം? ഭർത്താവാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ. കുറച്ച് പുരുഷത്വം കൂടെ വേണം. ഗോപി, ഞാൻ അവസാനമായി പറയാണ്, നീ ഇനിമേൽ സൂസിയെ കാണരുത്. പേടിപ്പിക്കാതെ. ഞാൻ ഇനിയും സൂസിയെ കാണും. ഞങ്ങളുടെ സൗകര്യം പോലെ നടക്കും. കഴിവുള്ള മോനെ, എന്ത് പറഞ്ഞ? ഞാൻ തന്നെ വെറുതെ വിടും. ഭർത്താവെന്ന പേര് പറയാൻ ഒരുത്തം വേണമല്ലോ. ഇനി കണ്ണടച്ച് ഒറ്റ ഉറക്കം ഉറങ്ങിക്കും. അമ്മ ഒരു കഥ പറ. എന്നാ പറഞ്ഞ എന്നും കഥ പറയണോ മോനെ? എന്നെ ഒരു പാട്ട് പാട്. മിണ്ടാതെ കിടക്കും മോനെ. അമ്മായിക്ക് പാടാൻ വയ്യ. എങ്കിൽ ഞാൻ ഉറങ്ങൂല്ല. ശരി, ഏത് പാട്ട് പാടുന്നു? ആ രാജകുമാരന്റെ പാട്ട്.
ബെഡ് റെസ്റ്റ് ആവശ്യമാണ്. വിഷമിക്കാനൊന്നുമില്ല. ഞാൻ പോട്ടെ മോളെ. ഇനി വരുമ്പോ അജയനെ കൊണ്ടുവരാം മോളെ. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് കുറച്ചു നാളായി വിചാരിക്കുന്നു. എന്താ എടുത്തീമ്മേ? പ്രത്യേകിച്ചൊന്നുമില്ല. നീ ശേഖരനെ കാണാൻ ഇടയ്ക്കിടെ പോകാറുണ്ടോ? ഇല്ല എടുത്തീമ്മേ, ഞാൻ ആകെ 2 തവണ ഇവിടെ പോയിട്ടുള്ളൂ. ഒരിക്കൽ കേസിന്റെ വാർത്ത പത്രത്തിൽ വരാതിരിക്കാൻ ശേഖരേട്ടനോട് പറയാൻ വേണ്ടി ഞാനും ഗോപീട്ടനും കൂടി പോയിരുന്നു. ഗോപിയും കൂടെ ഉണ്ടായിരുന്നോ? എന്നെ അവിടെ കൊണ്ട് വിട്ടിട്ട് ഇപ്പൊ വരാനും പറഞ്ഞു പോയി. എന്താ ഇപ്പൊ ഇതൊക്കെ ചോദിക്കാൻ? ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. ഗോപിക്ക് സൂസിയുമായുള്ള കൂട്ടുകെട്ട് നേരത്തെ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഗീതയെ ഗോപി ഇത്രത്തോളം ദുഃഖിപ്പിച്ചത്. അത് മറിച്ചുമാകാമല്ലോ. എന്നുവെച്ചാൽ ഗീതയും ശേഖറുമായുള്ള അടുപ്പം ഗോപി മനസ്സിലാക്കിയതിനു ശേഷം ആ വെറുപ്പിൽ ഇങ്ങനൊരു ബന്ധം ആരംഭിച്ചതാണെങ്കിലും അത് ശരിയല്ല. ഗോപി നമ്മളെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ചതാണ്. അത് നിന്റെ വിശ്വാസം. എന്തെങ്കിലും ആട്ടെ, അവൾക്ക് അസുഖം എങ്ങനെയുണ്ട്? ഇന്നെനിക്ക് അവളെ പോയി കാണാൻ സാധിച്ചില്ല. കുറച്ചു ദിവസം പൂർണ്ണ വിശ്രമം വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്. നഴ്സിംഗ് ഹോമിൽ തന്നെ കിടക്കട്ടെ, അതാ നല്ലത്. ഞാനും അത് തന്നെ വിചാരിച്ചു. ഇവിടെ അവൾക്ക് റെസ്റ്റ് കിട്ടില്ല. ഹലോ, സൂസ ഹിയർ. എവിടെന്നാ? എസ്റ്റേറ്റിന്നോ? മാനേജരോ? സാറില്ല, പുറത്തു പോയിരിക്കുക. എന്തു വേണോ? സമരമോ? എപ്പോഴും സമരം തന്നെ അവർക്ക് ജോലി. ആ, വരുമ്പം പറയാം. ആരാ സൂസി വിളിച്ചത്? എന്താ? ഡിക്രൂസ്, എസ്റ്റേറ്റ് സമരമാണെന്ന്. നിങ്ങൾ വേഗം ചെല്ലണം. ഓ, എല്ലാം തൊലച്ചു. ഞാൻ എങ്ങനെ പോകും? പോയാലെന്താ? ഇവിടെ എന്തോ ജോലി? പോയില്ലെങ്കിൽ എല്ലാം നശിക്കും. ഒന്ന് വേഗം പോകും. നീ എന്താ സൂസി പറയുന്നത്? ഇന്ന് പള്ളി പെരുന്നാളല്ലേ? ഓ, കൊച്ചു കുട്ടി പെരുന്നാളും വെടിക്കെട്ടും കാണാൻ നിൽക്കുന്നു. ഹലോ, ഗോപയില്ലേ? നീ എന്തിനാ ചിരിക്കുന്നത്? ഞാൻ എന്റെ ഭർത്താവിന്റെ കാര്യം ഓർമ്മിച്ചു പോയി. പാവം, പെരുന്നാളും വെടിക്കെട്ടും കാണാൻ ഇരുന്നതാ. അപ്പോഴാണ് എസ്റ്റേറ്റ് സമരം. സമരം വന്നത് നന്നായി. എത്ര നാളായി രാത്രിക്ക് വേണ്ടി കുടിക്കുന്നു? ഇതാദ്യമായല്ലേ? ഈ എസ്റ്റേറ്റ് കുന്തം എല്ലാം കിട്ടുന്ന വിലയ്ക്ക് വല്ലവരും എഴുതി കൊടുക്കാം. എനിക്ക് വയ്യവുമായിട്ട് മല്ലടിക്കാൻ തോറ്റു. നീ ഇതുവരെ എഴുന്നേറ്റില്ലേ? ഡാർലിംഗ്, നീ എന്തിനാ കരയുന്നത്? എന്തുണ്ടായി? ഗോപി മരിച്ചു. മേനോനും അനുഭവം ശേഖരന്റെ പേരിലാണ് മേനോന് സംശയമെന്ന് തോന്നുന്നു. ശേഖർ അങ്ങനെ ചെയ്യൂ? ഗോപിയുടെ ഭാര്യയുമായി ശേഖരന് നേരത്തെ ബന്ധമുണ്ടായിരുന്നു. അക്കാര്യത്തിൽ ശേഖറും ഗോപിയും തമ്മിൽ ശത്രുതയിലായിരുന്നു എന്ന് എനിക്കറിയാം. ആ പെണ്ണിനെ ഗോപി ഉപേക്ഷിച്ചതല്ലേ? അന്ന് തന്നെയായിരിക്കും കാരണം. അങ്ങനെയാണെങ്കിൽ ശേഖരനേക്കാൾ കൂടുതൽ ശത്രുത രാമകൃഷ്ണൻ വേണ്ടേ തോന്നാൻ? അതും ശരിയാണ്. വാവ്, മേനോനാകെ തകർന്നിരിക്കുകയാണ്. നമുക്ക് ഏതായാലും ശേഖരന്റെ അഭിപ്രായം കൂടി ഒന്നറിയാം. എനിക്കൊന്നും തീർത്ത് പറയാൻ കഴിയില്ല. രാമകൃഷ്ണനാണ് ഘാതകനെന്ന അഭിപ്രായത്തെപ്പറ്റി എന്തു പറയുന്നു?
അയാൾക്ക് ഇത്രയും ധൈര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതല്ല, അനിയത്തിയുടെ കാര്യമായപ്പോൾ പെട്ടെന്നുണ്ടായ മാറ്റമാകാൻ മതിയല്ലോ. ഏതായാലും പുറമെ കാണുന്ന ആളിനും പ്രവർത്തിക്കുമായി വളരെ വ്യത്യാസമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് സംശയമില്ല. ഞാൻ അനുഭവസ്ഥന. മേശ്വരി, ഒന്നിങ്ങോട്ട് വരും. എന്താ സാർ? ഇത് കണ്ടോ? ഗോപിയുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തയും ഫോട്ടോകളുമാണ്. ഇതാരാണ് അയച്ചിരിക്കുന്നത്? ഫ്രം അഡ്രസ്സിൽ അഭ്യുതകാംക്ഷ എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം തീർച്ചയാണ് മേശ്വരി, നല്ലവരായ കുറെ ആളുകൾ നമ്മുടെ പുറകിലുണ്ട്. എന്തൊക്കെയായാലും വീരക്കുഞ്ഞിന്റെ ജീവിതം പാഴായില്ലേ? ആ വിവാഹബന്ധത്തോട് തന്നെ അവളുടെ ജീവിതം പാഴായി കഴിഞ്ഞു മേശ്വരി. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സൂസി, സൂസി, കമീൻ. എന്താ നീ ഈ പത്രം കണ്ടോ? എന്താ വിശേഷം? ഈ ന്യൂസ് എല്ലാം പത്രക്കാർക്ക് എങ്ങനെ കിട്ടുന്നു? നവോദയ ബോയ് ഫ്രണ്ട് ആണെന്ന കാര്യം ഇവരെങ്ങനെ അറിഞ്ഞു? ഞാനും അവനും അടികൂടി എന്നുള്ള വിവരം വന്നിരിക്കുന്നല്ലോ. അങ്ങനെ ഉണ്ടായോ? ഈ കൊലക്കുറ്റം എന്റെ പേര് തിരിച്ചിടാനുള്ള ശ്രമമാണല്ലോ. ശരിയാണ്. ഇതൊക്കെ വായിച്ചാൽ നിങ്ങളാണ് കൊന്നതെന്ന് തോന്നുന്നു. സൂസി, നീ അനാവശ്യം പറയാനുണ്ടല്ലോ. ഈ വിവരമല്ല ഈ പത്രക്കാർക്ക് എങ്ങനെ കിട്ടുന്നു? നിങ്ങൾ കുടിച്ചിലേക്കില്ലാതെ ഹോട്ടലിലെങ്ങനെ ഇരുന്ന് വിളിച്ച് പറഞ്ഞു കാണും. യാതൊരു സംശയവുമില്ല, ഇതാ പത്രാധിപർ രാമകൃഷ്ണന്റെ കുത്തിത്തിരിപ്പാണ്. തക്കനായ തെളിവുകളുണ്ടെന്നല്ലേ എഴുതിയിരിക്കുന്നത്? എങ്കിൽ പിന്നെ പത്രത്തിൽ എഴുതാത്ത എന്ത്? മേനോൻ സാർ, ഇത് മറ്റൊന്നിനുമല്ല, നമ്മെ മൂന്നുപേരെയും തെറ്റിക്കാനുള്ള അവന്റെ പുതിയ തന്ത്രമാണ്. ഇവനെ ഇനിയും അങ്ങനെ വെറുതെ കൊടുക്കുന്നത് അത്ര ശരിയല്ല. അതെല്ലാം പോട്ടെ, ഈ കിഴവൻ എപ്പോഴാണ് ഇവിടെ നിന്ന് കൊണ്ടുവന്നത്? അയാളെ തനിച്ചാക്കിയിട്ട് എനിക്ക് പുറത്തു പോകാനും വയ്യ. കുറച്ച് ദിവസം കൂടി ക്ഷമിക്കണം, ഞാൻ ഉടനെ അയാളെ മാറ്റി താമസിപ്പിക്കാം. എന്ന് പറഞ്ഞാൽ ഗോപി മരിച്ചതിന് ശേഷം ഈ വീട്ടിൽ എത്ര പ്രാവശ്യമാണ് പോലീസ് വരികയും പോവുകയും ചെയ്യുന്ന അറിയാമോ? സാരമില്ല സാർ, പോലീസിന് എനിക്ക് വേണ്ടത്ര സ്വാധീനമുണ്ട്. അതെ, എന്നിട്ടാണ് തന്റെ ഒരുവൻ SI സുകുമാരനെ രായ്ക്കരാവാനോടും തൂക്കിയെറിഞ്ഞത്. തന്നോട് വീരവാദം പറഞ്ഞുകൊണ്ടിരുന്നു. വീരവാദമല്ല സാർ, ഈ ഇലക്ഷനിൽ 8 MLA നമ്മുടെ ആളുകളാണ്. എന്തു ബന്ധമാകട്ടെ, 2 ദിവസത്തിനകം ആ കിഴവനെ ഇവിടുന്ന് കൊണ്ടുപോകണം. അതിനെന്താ? ശേഖരന്റെ മുറിയിൽ നിന്ന് കടത്തിയതാരാണ്? മേലപ്പറമ്പനും മേനോരദ്ദേഹവും കൂടിയാണ്. അവിടെ നിന്ന് നിങ്ങൾ എവിടെ കൊണ്ടുപോയി? മേനോരദ്ദേഹത്തിന്റെ ബംഗ്ലാവില്. നിങ്ങളെ വെടിവെച്ചതാരാണ്? മേനോരദ്ദേഹമാണ്. എന്തിനാ വെടിവെച്ചത്? അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് വെടിവെച്ചത്. നിങ്ങളുടെ മകളുടെ മരണത്തിന് കാരണക്കാരൻ മേലെപ്പറമ്പൻ തന്നെയാണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ?
യു ആർ അണ്ടർ അറസ്റ്റ്. ഞാൻ 2 ദിവസത്തിനകം ആ കിഴവനെ മാറ്റിക്കൊള്ളാമെന്ന് മേനോട് പറഞ്ഞതാണ്. അതിനകം അയാളെ വെടിവെച്ചു. അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെന്നാണല്ലോ മേനൻ പറയുന്നത്. അയാളുടെ കൂടെ ഉണ്ടായിരുന്നത് ആരാണെന്നറിഞ്ഞു? അയാളെ ശരിക്കും മേനോന് മനസ്സിലായില്ലെന്ന് പറയുന്നു. ഏതായാലും കിഴവന്റെ മരണത്തോടെ ഞാൻ രക്ഷപ്പെട്ടു. അതെങ്ങനെ? എനിക്കെതിരായി സാക്ഷി പറയാൻ അയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സന്തോഷിക്കണ്ട. പോലീസ് സമ്മർദ്ദം ചെലുത്തിയാൽ ചിലപ്പോ മേനോൻ നമുക്കെതിരായി സാക്ഷി പറഞ്ഞെന്ന് വരും. അങ്ങനെ പറയുമോ? ഏതായാലും മേനോനെ ഉടനെ ജാമ്യത്തിലിറക്കും. നമുക്ക് ശേഖരനെ അയക്കാം. പോരാ, മേലെ പറമ്പനും കൂടെ പോണം. ഹലോ, GP സ്കൂളല്ലേ? ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന അജയന്റെ അമ്മയാണ്. സ്കൂൾ വിട്ടില്ലേ? എത്ര മണിക്ക്? 4 മണിക്കോ? ചേട്ടനല്ലേ? ഞാൻ ശാന്തിയാണ്. അജയൻ ഇതുവരെ സ്കൂളിൽ വിട്ട് വന്നില്ല. സ്കൂളിൽ വിളിച്ചു ചോദിച്ചോ? ആ, സ്കൂളിൽ വിളിച്ചു. 4 മണിക്ക് വിട്ടെന്ന്. ശരി, ഞാനിതാ ഉടനെ വരുന്നുണ്ട്. ഒന്ന് വേഗം വരൂ. അയ്യോ, ദൈവമേ, എന്റെ മോൻ ഇവിടെ പോയി. സാർ പേടിക്കണ്ട. മകനെ കണ്ടുപിടിക്കാനുള്ള ഏർപ്പാടുകൾ ഞങ്ങൾ ഉടനെ ചെയ്യുന്നുണ്ട്. താങ്ക് യു, സാർ. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഇത് രാമകൃഷ്ണനാണ് സംസാരിക്കുന്നത്. എന്റെ മോനെ പറ്റി വല്ല വിവരവും കിട്ടിയോ? എന്റെ കുഞ്ഞെവിടെ പോയോ? ഹലോ, രാമകൃഷ്ണനാണ് സംസാരിക്കുന്നത്. എന്താ? മിസ്റ്റർ രാമകൃഷ്ണൻ, മകൻ നഷ്ടപ്പെട്ട നിങ്ങളോട് സഹതാപം രേഖപ്പെടുത്താൻ വേണ്ടി വിളിച്ചതാണ്. നിങ്ങൾ ആരാണ്? തൽക്കാലം അത് നിങ്ങൾ അറിയണ്ട. ലഹരി ലോഡ്ജിലെ കൊലപാതകത്തെ സംബന്ധിച്ച് നിങ്ങൾ ശേഖരിച്ചിരിക്കുന്ന എല്ലാ തെളിവുകളും ഞാൻ പറയുന്നിട്ട് എത്തിക്കണം. എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾ വഴങ്ങിയില്ല അല്ലേ? എന്നാലേ ഇനി ഈ ശബ്ദം കേട്ടോളൂ. മോനെ, മോനെ അജയ, നീ എവിടെയാണോ മോനെ? മോനെ, മോനെ, അമ്മയാണോ? എന്റെ മോനെ രക്ഷിച്ചു. നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. എന്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി. മോനെ. അയ്യോ, ആരേത്? ഹലോ, നിങ്ങൾക്ക് എന്ത് വേണം? അജയ് ഇപ്പൊ എവിടെയാണ്? അജയനോ എന്റെ തോക്കിന്റെ മുന്നിൽ തന്നെ ഉണ്ട്. മിസ്റ്റർ രാമകൃഷ്ണൻ, നിങ്ങളുടെ കുട്ടിയെ നിങ്ങളെ തിരിച്ചേൽപ്പിക്കാം. പക്ഷേ ഒരു കണ്ടീഷൻ. നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ എന്നെ ഏൽപ്പിച്ചാൽ തയ്യാറാണോ? സാധ്യമല്ല. ഭീഷണിക്ക് മുമ്പിൽ ഞാൻ മുട്ടുകുത്തുകയില്ല. ആലോചിക്കാൻ വേണ്ടുവോളം സമയം തരാം. നാളെ ഞാൻ വീണ്ടും വിളിക്കാം. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഹലോ, ഹലോ. ചേട്ടാ, എന്റെ മോനെ
എന്ന് തോന്നുന്നു. എന്താണ് മേശ്വരി? കുഞ്ഞ് നമ്മുടെ അടുത്ത് വന്ന് ചേരുന്നതുവരെ ഈ കേസിന്റെ വാർത്ത അല്പം താമസിപ്പിച്ചാലോ? മേശ്വരി, പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്റെ എല്ലാം നഷ്ടമാകുകയാണെന്ന് എനിക്കറിയാം. എങ്കിലും എന്റെ ആദർശങ്ങളിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാമെന്ന് ആരും കരുതണ്ട. ക്ഷമിക്കണം സാർ. സാർ, എന്താ? പേപ്പർ കോട്ട ക്യാൻസൽ ആയിരിക്കുന്നു. എന്താ? പേപ്പർ കോട്ട് ക്യാൻസൽ ആയോ? അതെ, ഞാൻ ഡിപ്പോയിൽ നിന്നാണ് വരുന്നത്. പുതിയ പെർമിറ്റ് ഉണ്ടെങ്കിലേ പേപ്പർ തരാൻ ഒക്കുമെന്ന് പറഞ്ഞു. ഹലോ ഹലോ, ചെയർമാനേ? മോനെ അജയ, മോനെ മോനെ, എന്റെ മോനെവിടെ? എന്റെ മോനെ കൊണ്ടുവന്നില്ലേ? പറയൂ. എന്റെ മോനെ കൊണ്ടുവരാന്നും പറഞ്ഞില്ലേ പോയത്? പറയൂ ചേട്ടാ, എന്റെ മോൻ എന്ത് സംഭവിച്ചു? എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ മോനെ തിരിച്ചു കിട്ടാൻ എന്റെ ജീവൻ വേണമെങ്കിലും ഞാൻ കൊടുക്കാം. എനിക്ക് മനസ്സിലായി എന്താണെന്നും മിണ്ടാത്തതെന്ന്. എന്റെ കുഞ്ഞിന്റെ ജീവന് പകരം അവർ നിങ്ങളിൽ നിന്ന് എന്തോ ആവശ്യപ്പെടുന്നു. അതല്ലേ സത്യം? പറയൂ. ശരിയാണ് ശാന്തി, നീ പറയുന്നത് ശരിയാണ്. എന്താണ്? എന്താണെന്ന് പറയൂ. സത്യത്തിനും പത്രധർമ്മത്തിനും ദ്രോഹം ചെയ്യില്ലെന്നുള്ള എന്റെ ദൃഢനിശ്ചയം. അപ്പോൾ സ്വന്തം മകനേക്കാൾ വലുതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആദർശം, അല്ലേ? എന്റെ ജീവനിലും വലുതാണ് നീയും എന്റെ കുഞ്ഞും. അതിലും വലുതാണ് എനിക്കെന്റെ ആദർശം. നിങ്ങൾ മനുഷ്യനാണോ? നിങ്ങൾക്ക് ഹൃദയമില്ലേ? എനിക്കത് സഹിക്കാൻ പറ്റില്ല. എന്റെ മോൻ നിങ്ങൾ ഇത്ര ക്രൂരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നിങ്ങളുടെ ഈ പിടിവാശി കൊണ്ട് എന്റെ മോനെ കുറിഞ്ഞു കൊടുക്കാനാണ് ഭാവമെങ്കിൽ അത് നടക്കില്ല. ഞാനത് അനുവദിക്കില്ല. ഇല്ല, എന്റെ കുഞ്ഞിന്റെ മരണം കാണാൻ ഞാൻ കാത്തിരിക്കില്ല. ശാന്തി, ശാന്തി. ഹലോ, യെസ്, രാമകൃഷ്ണൻ ഹിയർ. മിസ്റ്റർ രാമകൃഷ്ണൻ, ഞാൻ ഇനിയും കാത്തിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നാളെ രാത്രി 11 മണിക്കകം തെളിവുകൾ എന്നെ ഏൽപ്പിച്ചില്ലെങ്കിൽ നാളെ ഇതേ സമയത്ത് നിങ്ങളുടെ ഫോൺ ബെല്ലടിക്കുന്നത് നിങ്ങളുടെ മകന്റെ മരണമണിയായിരിക്കും. നേരം വെളുക്കുമ്പോൾ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിങ്ങൾ കാണുന്നത് അജയന്റെ പ്രേതമായിരിക്കും. ഓർമ്മയിരിക്കും. കൊണ്ടുപോ, ഞാൻ പറഞ്ഞ വഴിയിലേക്ക്. മേശ്വരി, മേശ്വരി,
എന്താ സാർ ഈ അസമയത്ത്? എന്താ വിഷയം? എല്ലാരും പോയോ? പോയി. പേപ്പറില്ലാതെ എങ്ങനെയാ പത്രം അടിക്കുന്നത്? ബ്ലാക്കിൽ വാങ്ങുന്നത് സാറിന് ഇഷ്ടവുമല്ല. പിന്നെ എന്ത് ചെയ്യാൻ? വരും. നമ്മുടെ ഓഫീസിന്റെ മൂലയിൽ കുറെ പഴയ പേപ്പർ കിടക്കുന്നു. അതിനെടുക്കുന്നു. ലഹരി ലാഡ്ജിൽ കൊല ചെയ്യപ്പെട്ട ഗോപിയുടെ ഘാതകൻ തോട്ട മുതലാളി ഡിക്രൂസാണ്. കൊലക്കുറ്റം മറയ്ക്കാൻ ലക്ഷോപലക്ഷം രൂപ വിചാരണ നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുതൽ മന്ത്രിമാർ വരെ പലർക്കും കൈമാറാൻ ശ്രമിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ കേസിന് അനുകൂലമായി കിട്ടിയ എല്ലാ തെളിവുകളും പോലീസിന്റെ ചാർജ് കൂടി വഹിക്കുന്ന മന്ത്രിക്ക് രജിസ്റ്റർ തപാലിൽ അയച്ചു കഴിഞ്ഞു. ഇനിയുള്ള ചുമതല നാട്ടുകാരെ ഏൽപ്പിക്കുന്നു. പത്രാധിപർ സമരം. എല്ലാ അനീതികൾക്കുമെതിരായി തനിച്ചു നിന്ന് പൊരുതി ജയിക്കാമെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ തോറ്റിരിക്കുന്നു. നാടുമുടിക്കുന്ന ഈ രാജ്യദ്രോഹികളെ നേരിടാൻ സംഘടിത തൊഴിലാളി വർഗത്തിന് മാത്രമേ സാധിക്കൂ. ഇതാ സമരം പത്രത്തിന്റെ ഉടമസ്ഥാവകാശവും പ്രശ്നം ഞാൻ നിങ്ങളെ എത്തിക്കുന്നു. സാർ എവിടെ പോകുന്നു? എനിക്ക് തന്നെ അറിയില്ല. സാർ പോകരുത്. സാറിന്റെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട്. ആ വിശ്വാസമാണ് എന്നെ ഇതുവരെയും രക്ഷിച്ചത്. നിങ്ങളുടെ സ്നേഹം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇനിയും ഈ നാട്ടിൽ നിന്നാൽ ഞാനൊരു മൃഗമായി മാറും. എന്തായിരുന്നു ഈ കുട്ടി എവിടെ കൊണ്ടുവന്നു? അത് നീ അറിയണ്ട. എനിക്കറിയണം. സൂസി, എന്റെ കാര്യത്തിൽ നീ തലയിടരുത്. ഡിക്രൂസ്, ഞാൻ കുടിക്കും. എനിക്കിഷ്ടമുള്ള ആണുങ്ങളുമായി സല്ലപിക്കും. എങ്കിലും ഞാനൊരു സ്ത്രീയാണ്. അമ്മയാകാൻ ഭാഗ്യമില്ലാത്ത സ്ത്രീ. ഈ കുട്ടിയെ നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ഞാൻ തന്നെ നിങ്ങൾക്കെതിരായി സാക്ഷി പറയേണ്ടി വരും. എന്താണ് അപ്പോൾ ഗോപിയെ വെടിവെച്ചു വന്നതും ഡിക്രൂസാണോ? അതെ, അതിന് ഞാൻ ദൃക്സാക്ഷിയാണ്. ഇത് നിങ്ങൾ കോർട്ടിൽ പറയാൻ തയ്യാറാണോ? തീർച്ചയായും സർ. ഒന്ന് വേഗം പോകും, ഇല്ലെങ്കിൽ ദുഷ്ടന്മാർ ആ കുഞ്ഞിനെയും കൊന്നുകളയും.
എങ്ങോട്ട് പോകുന്നു? നിർത്ത്. കുട്ടിയെ അവരെ ഏൽപ്പിക്കൂ. എന്റെ അച്ഛനമ്മ എവിടെ വന്നു? വാമനെ കാണിച്ചു തരാം. അമ്മായി മോനെ, അമ്മായി ചേട്ടനും ചേട്ടത്തിമ്മ എവിടെ വന്നു? ഇല്ല. എന്താ ഏട്ടാ? ഒന്നുമില്ല. അജയൻ ഇവിടെ നിൽക്കട്ടെ, ഞാനിപ്പോ വരാം. പോയിക്കോളൂ, ഞാൻ വിളിക്കും വന്നാ മതി. വഴിയോട്ടെ ഇനി വരാനില്ല. വീണു.
ധർമ്മത്തിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കാത്ത വ്യക്തിയല്ലേ താങ്കൾ? നിന്റെ മുൻപിൽ വെച്ച് നിന്റെ ഭാര്യയെ ഞാൻ മാനഭംഗപ്പെടുത്തിയെന്ന് പോയി എഴുതാ.
തൊട്ടുപോകരുത്. മിസ്റ്റർ രാമകൃഷ്ണൻ, ശേഖരനെ തെറ്റിദ്ധരിക്കരുത്. ഈ സാമൂഹ്യ വിരുദ്ധന്മാരുടെ കുറ്റകൃത്യങ്ങൾ വെളിച്ചത്തുകൊണ്ടുവരാൻ ശേഖരനെ അവർ സഹകരിക്കുകയായിരുന്നു. ഇവർക്കെതിരായ എല്ലാ തെളിവുകളും ഇദ്ദേഹത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ശേഖരൻ എന്റെ മോൻ ഗീതയുടെ അടുത്തുണ്ട്, അവനൊരു കുഴപ്പമില്ല. ശേഖരൻകുട്ടി, ഗീതയും അജയനെയും ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. അജയനെ നീ എന്നെ പോലെ വളർത്തരുത്, നിന്നെ പോലെ വളർത്തണം. അഭിമന്യു